إن الحمد لله الواحد القهار العزيز الجبار غافر الذنب مقابل التوب. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ما لكم لا ترجون لله وقارا. സ്നേഹാദരണീയരായ കേന്നമിന്റെ നേതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ച് ഈ ഭൗതിക ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ പടച്ച റബ്ബ് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ പ്രതീക്ഷയോടുകൂടി വിശ്വാസി സമൂഹം വിശുദ്ധ റമദാനെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നു എന്നറിഞ്ഞാൽ സിറ്റൗട്ടും വരാന്തയും ഡൈനിങ് ടേബിളുമൊക്കെ വൃത്തിയാക്കി നമ്മൾ ഒരുങ്ങി നിൽക്കാറുണ്ട്. ആ വരുന്ന അതിഥിയുടെ കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യ കൂടിയുണ്ട് എന്നറിഞ്ഞാൽ ബെഡ്റൂമിൽ മക്കൾ അലങ്കോലമാക്കിയിട്ട തലയണയും ബ്ലാങ്കറ്റുമൊക്കെ കൃത്യമാക്കി ഒന്നുകൂടി സജീവമായി നമ്മൾ ഒരുങ്ങാറുണ്ട്. അവർ വരുന്നത് ഒരാഴ്ച നമ്മുടെ വീട്ടിൽ തങ്ങാനാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഒരുക്കം ഒന്നുകൂടി നമ്മൾ ശക്തിപ്പെടുത്താറുണ്ട്. വിശുദ്ധ റമദാൻ നമ്മളിലേക്ക് നമ്മുടെ അതിഥിയായി കടന്നു വരികയാണ്. ആ അതിഥിയെ സ്വീകരിക്കാനുള്ള എന്ത് ഒരുക്കങ്ങളാണ് നിലവിൽ നാം നടത്തിയിട്ടുള്ളത്? പള്ളികളിലൊക്കെ പഴയ പായകൾ മാറ്റി കാർപ്പറ്റ് വിരിച്ച് കഴുകി വൃത്തിയാക്കി റമദാനെ സ്വീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. വീടിന്റെ അകത്തളങ്ങളിൽ നനച്ചുകുളി എന്ന് പറയുന്ന ഫർണിച്ചറുകളും ജനലും വാതിലുമൊക്കെ കഴുകി വൃത്തിയാക്കുന്ന ഒരു പ്രക്രിയ സജീവമായി നടന്നുവരുന്നു. റമദാനെ പല രൂപത്തിലാണ് ആളുകൾ സ്വീകരിക്കാറുള്ളത്.
കഴിഞ്ഞ വർഷം കുറ്റിപ്പുറത്തിന്റെ പരിസരത്ത് നിന്ന് കുറച്ചാളുകളെ പോലീസ് പിടിച്ചു. റമദാനിന്റെ തുടക്കത്തിൽ പർദ്ദയിട്ട് ഇസ്ലാമിക വസ്ത്രം ധരിപ്പിച്ച് താടിയൊക്കെ വെച്ച് ഒരു ഇസ്ലാമിക ലുക്ക് വരുത്തി പ്രച്ഛന്നവേഷം നടത്തി പിരിവിന് വേണ്ടി ആളുകളെ തയ്യാറാക്കുന്ന ഒരു സംഘം. ഞാൻ സൂചിപ്പിക്കുന്നത് റമദാനെ ഒരു പിരിവിന്റെ മാസമായി കാണുന്ന ആളുകളുണ്ട്. റമദാനെ ഒരു ആഘോഷത്തിന്റെ പരുവത്തിൽ കാണുന്ന ആളുകൾ. ഇന്ന് സുബഹിക്ക് ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിന്റെ പരിസരത്ത് ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് നാട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഈ സമയത്ത് പോന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, നോമ്പല്ലേ, അത് മക്കളുടെ, ഭാര്യയുടെ, വീട്ടുകാരുടെ കൂടെയാകുമ്പോ അതൊരു വല്ലാത്ത സുഖ. ഏറ്റവും പരിശുദ്ധമായ നോമ്പ് പവിത്രമായ കഅബാലയത്തിന്റെ പരിസരത്ത് നിർവഹിക്കാൻ അവസരം കിട്ടിയിട്ട് നാട്ടിലേക്ക് പോരുന്നു. കാരണം നാട്ടിൽ ഇതൊരാഘോഷമാണ്. ഈ മാസം പുറത്തിറങ്ങിയ റമദാനുമായി ബന്ധപ്പെടുത്തിയ ലേഖനങ്ങളുള്ള ഒരു ഇസ്ലാമിക പ്രസിദ്ധീകരണം എന്റെ കയ്യിലുണ്ട്. ആ ഇസ്ലാമിക പ്രസിദ്ധീകരണത്തിന്റെ കവർ പേജിൽ സമൂസയുടെയും ഉന്നക്കായുടെയും ഫോട്ടോയാണ്. ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ പോലും റമദാനെ കാണുന്ന ഒരവസ്ഥയെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നുകൊണ്ട് വിശ്വാസികൾ എന്നുള്ള നിലക്ക് റമദാനെ സ്വീകരിക്കാൻ എന്ത് പരിശ്രമമാണ് നാം നടത്തേണ്ടത്? റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റമദാനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. അങ്ങനെയാണല്ലോ ഹദീസുകളിൽ വന്നിട്ടുള്ളത്. മാസങ്ങളെ നിർണയിച്ച പടച്ച റബ്ബ് തന്നെ റമദാൻ കടന്നു വരുന്ന സമയത്ത് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. എന്താ പടച്ച റബ്ബ് നടത്തുന്ന ഒരുക്കങ്ങൾ? പിശാചുക്കളെ കെട്ടിയിടുകയും സ്വർഗത്തിന്റെ വാതിലുകൾ മലർക്ക തുറന്നിടുകയും നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കുകയും ചെയ്യുന്നു. അല്ലാഹു തന്നെ റമദാനെ സ്വീകരിക്കാൻ വലിയ ഒരുക്കങ്ങൾ നടത്തുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാന് മുമ്പുള്ള ഒരു മാസം അഥവാ ശഅബാനിൽ പരമാവധി നോമ്പ് നോൽക്കാറുണ്ട് എന്നും ഒരു വേള മുഴുവൻ ദിവസവും നോമ്പ് നോൽക്കുമാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സജീവമാകാറുണ്ട് എന്നും മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ റമദാനു വേണ്ടിയുള്ള സജീവമായ ഒരുക്കങ്ങൾ ഇസ്ലാമിക ലോകത്ത് പ്രവാചകന്മാരും അമ്പിയാക്കളും സലഫു സാലിഹീങ്ങളും ഒക്കെ നിർവഹിച്ചത് കാണാം. അതുകൊണ്ടാണ് സലഫു സാലിഹീങ്ങളുടെ പ്രാർത്ഥനയായി അല്ലാഹുമ്മ ബാരിക് ലനാ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതായി ഹദീസുകളിൽ വന്നിട്ടില്ല. പക്ഷെ സലഫു സാലിഹീങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ശഅബാനിൽ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകുകയും റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്യണമേ എന്ന്. അതൊരു വിശ്വാസിയുടെ തേട്ടമായി മാറേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ ആമുഖ ഭാഷണത്തിൽ പ്രിയ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ എന്റെ സംസാരം ആരംഭിക്കുന്നത്. ത്വൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം
കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ചുള്ള വിശദീകരണം സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം കണ്ട സ്വപ്നം എന്ന് പറയുന്നത് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് 2 കൂട്ടുകാരുണ്ടായിരുന്നു. ആ 2 കൂട്ടുകാരും ഒരേ ദിവസം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. ഒരേ ദിവസം ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഒന്നാമത്തെ സുഹൃത്ത് ഇസ്ലാമിക യുദ്ധത്തിൽ ഇസ്ലാമിന് വേണ്ടി രക്തം സമർപ്പിച്ച് ജീവൻ നൽകി രക്തസാക്ഷിയായി, അഥവാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഷഹീദായി മരണപ്പെട്ടുപോയ വ്യക്തിയാണ്. രണ്ടാമത്തെ സുഹൃത്ത് 1 വർഷം കഴിഞ്ഞ് സാധാരണഗതിയിൽ വിരിപ്പിൽ കിടന്ന് മരണപ്പെട്ടവനുമാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ സ്വപ്നം എന്ന് പറയുന്നത് യുദ്ധക്കളത്തിൽ ഷഹീദായി മരണപ്പെട്ടുപോയ സുഹൃത്തും 1 വർഷം കഴിഞ്ഞ് സാധാരണഗതിയിൽ വിരിപ്പിൽ കിടന്ന് മരണപ്പെട്ടവനും മഹ്ശറ എന്ന ലോകത്ത് വിചാരണക്ക് വന്നപ്പോ ഷഹീദായി മരണപ്പെട്ട സഹോദരനോട് സ്വർഗത്തിന്റെ മലക്കുകൾ പറയുന്നു, നിനക്ക് സ്വർഗത്തിൽ പോവാൻ സമയമായിട്ടില്ല, നീ അങ്ങോട്ട് മാറി നിൽക്കണം എന്ന് പറഞ്ഞ് 1 വർഷം കഴിഞ്ഞ് സാധാരണ നിലയിൽ മരണപ്പെട്ടുപോയ സഹോദരനോട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെടുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം. സ്വാഭാവികമായും സ്വഹാബത്തിനിടയിൽ ഇതൊരു വലിയ ചർച്ചയായി. സ്വഹാബത്തിന്റെ സ്വപ്നം ദീനിൽ തെളിവല്ല, ദലീലല്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഈ വിഷയം അവതരിപ്പിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ആ ഷഹീദായ സഹോദരൻ മരണപ്പെട്ടതിന് ശേഷം എത്ര കാലം രണ്ടാമത്തെ സുഹൃത്ത് ജീവിച്ചു? ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 1 വർഷം. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചത്, പിന്നെ ഈ വിഷയത്തിൽ എന്തത്ഭുതമാണ് നിങ്ങൾക്കുള്ളത്? പിന്നെ ഈ വിഷയത്തിൽ അത്ഭുതത്തിന്റെ ആവശ്യമില്ല. കാരണം എന്താ? ആ ഷഹീദായി മരണപ്പെട്ട സഹോദരനേക്കാൾ 1 റമദാൻ രണ്ടാമത്തെ സുഹൃത്തിന് അധികമായി കിട്ടി. എന്താ ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്? വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ശുഹദാക്കളെ ഓവർടേക്ക് ചെയ്യാൻ മാത്രമുള്ള അവസരം റമദാനിൽ ഉണ്ട് എന്നർത്ഥം. അങ്ങനെ ഒരു അവസരം പടച്ച റബ്ബ് നമ്മുടെ മുന്നിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നർത്ഥം. ആരാ ശുഹദാക്കൾ? അമ്പിയാക്കളുടെ കൂടെ അവർ സ്വർഗത്തിലാണ്. അവരുടെ മയ്യത്ത് പോലും കുളിപ്പിക്കേണ്ടതില്ല, നേരെ കഫം ചെയ്ത് ഖബറടക്കാം. അത്രയും പവിത്രമായ യുദ്ധക്കളത്തിൽ വെച്ച് ഇസ്ലാമിന് വേണ്ടി, ആദർശത്തിനു വേണ്ടി, തൗഹീദിനു വേണ്ടി ജീവൻ സമർപ്പിച്ച ശുഹദാക്കളുടെ മുന്നിൽ നോമ്പുകാർക്ക് എത്താൻ കഴിയും എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ മുന്നിൽ ഒരു ജാഗ്രതയായി, ഗൗരവമുള്ള ചിന്തയായി നമ്മുടെ മനസ്സിൽ ഒന്നാമത് കടന്നു വരണം. രണ്ടാമത്തെ വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയുടെ മിമ്പർ, ആ മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. രണ്ടാമതും ആമീൻ പറഞ്ഞു. മൂന്നാമതും റസൂലുള്ള ആമീൻ പറഞ്ഞു. സാധാരണ മിമ്പറിൽ കയറുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറയാറില്ലല്ലോ. സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, ആരുടെ പ്രാർത്ഥനക്കാണ് അങ്ങ് ആമീൻ പറഞ്ഞത്? റസൂലുള്ള പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ഒന്ന്, വമൻ അദ്റക റമളാന ഫലം യുഗ്ഫർ, റമളാൻ ഒരാൾക്ക് ലഭിച്ചിട്ടും പൂർണ്ണമായി ലഭിച്ചിട്ടും പാപമോചനം നടത്താൻ കഴിയാതെ
സ്വർഗപ്രവേശനം നേടിയെടുക്കാൻ കഴിയാത്ത ആളുകൾ അവർ നരകത്തിൽ പോകട്ടെ എന്നും മറ്റൊരു റിവായത്തിൽ അവർക്ക് ശാപമുണ്ടാകട്ടെ എന്നും പ്രാർത്ഥനയിൽ കാണാം. ഒരു വലിയ ഗൗരവമുള്ള പ്രാർത്ഥനയാണ്. റസൂലുള്ളയാണ് ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്നുറപ്പുള്ള വിശ്വാസികളുടെ വിശുദ്ധമായ 3 പള്ളികളിലൊന്നായ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ വെച്ചാണ് റസൂലുള്ള പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന വിഷയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? അഭിപ്രായ വ്യത്യാസമില്ലെങ്കിൽ ആ പ്രാർത്ഥന എന്താ? റമളാൻ പൂർത്തീകരിച്ചിട്ടും സ്വർഗം ലഭിക്കാത്തവന് ശാപമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥന. ഇത് നമ്മുടെ നെഞ്ചകത്ത് നിന്ന് തിളക്കേണ്ട ഒരു പ്രാർത്ഥനയായി മാറണം. 10, 15, 20, 30, 40, 50 വർഷം നോമ്പ് നോറ്റിട്ട് ആ നോമ്പിലൂടെ സ്വർഗം നേടിയെടുക്കാൻ സാധിക്കാതെ പോയി എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നരകമാണ് അവർക്ക് പ്രതിഫലമെന്ന്, അവർക്ക് നരകം ലഭിക്കട്ടെ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇസ്ലാമിലെ മറ്റു കർമ്മങ്ങളിൽ നിന്നെല്ലാം തീർത്തും വിഭിന്നമാണ് നോമ്പ് എന്ന് പറയുന്നത്. മറ്റു കർമ്മങ്ങൾ ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിക്കുക. എന്താ നമസ്കാരം? തക്ബീർ കൊണ്ട് തുടങ്ങണം, സലാം കൊണ്ട് അവസാനിക്കണം. അതിനിടയിൽ സുജൂദും റുക്കൂഉം ഇഅ്തിദാലും അങ്ങനെ പല കർമ്മങ്ങളും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. എന്താണ് സക്കാത്ത്? ഞാൻ എന്റെ കയ്യിൽ നിന്ന് വല്ലതും എടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കേണ്ടതുണ്ട്. എന്താണ് ഹജ്ജ്? പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിന്റെ ഓരത്ത് ചെന്ന് ഞാൻ ചില ഇബാദത്തുകൾ നിർവഹിക്കണം എന്ന് പറഞ്ഞാൽ നമസ്കാരം ചില കർമ്മങ്ങൾ ചെയ്യലാണ്, സക്കാത്ത് ഒരു കാര്യം ചെയ്യലാണ്, ഹജ്ജും ചില കാര്യങ്ങൾ ചെയ്യലാണ്. നോമ്പോ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ്. ഞാൻ വളരെ ബോധപൂർവമാണ് വിശദീകരിക്കുന്നത്. നോമ്പെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ്. ഹറാമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണോ നോമ്പ്? ഒരിക്കലുമല്ല. എനിക്ക് എന്റെ റബ്ബ് ഹലാലാക്കിയ ചിലതിനെ മാറ്റിവെക്കലാ നോമ്പ്. എനിക്ക് എന്റെ റബ്ബ് ഹലാലാക്കിയ എന്റെ ഭക്ഷണം ഞാൻ തൽക്കാലത്തേക്ക് കഴിക്കാൻ പാടില്ല. എനിക്ക് എന്റെ റബ്ബ് ഹലാലാക്കിയ എന്റെ ഇണയുമായുള്ള ബന്ധം തൽക്കാലത്തേക്ക് പാടില്ല. നിന്റെ ഹലാലായ ബന്ധങ്ങളെയും നിന്റെ ഹലാലായ ഭക്ഷണങ്ങളെയും നിയന്ത്രിച്ചു നിർത്താൻ നിനക്ക് കഴിയുമെങ്കിൽ തുടർക്കാല ജീവിതത്തിൽ ഹറാമായ നോട്ടം, ഹറാമായ കാഴ്ച, ഹറാമായ കേൾവി ഒന്നും പാടില്ല എന്ന പരിശീലനമാണ് റമളാനിലൂടെ ഒരു വിശ്വാസി നേടിയെടുക്കേണ്ടത്. അല്ലം യദങ്ങ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ്ജത്തുൻ അയ്യദങ്ങ തഅമഹു വശറബഹു. നിങ്ങൾ നിങ്ങളുടെ അനാവശ്യമായ വർത്തമാനങ്ങളും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും നിങ്ങൾ മാറ്റിവെക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഭക്ഷണപാനീയങ്ങൾ മാറ്റിവെക്കണം എന്ന് അള്ളാഹുവിനൊരു നിർബന്ധവുമില്ല. എന്ന് പറഞ്ഞ നോമ്പുകാരനാണെങ്കിൽ അനാവശ്യം മാറ്റി നിർത്തണം എന്നാണ്. അപ്പൊ നോമ്പല്ലാത്ത കാലത്ത് ഒരാൾക്ക് അനാവശ്യം പറയാൻ പറ്റുമോ? റമളാനുമായി ബന്ധപ്പെടുത്തി പ്രത്യേകമായി എടുത്തു പറഞ്ഞത് എന്തിനാ? റമളാൻ നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ്. ഒരു മാസക്കാലം പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ ഇസ്ലാം വിശ്വാസികളോട് നിർദ്ദേശിക്കുന്നു. നമസ്കാരം പള്ളിയിലാണ്, ഖുർആൻ പാരായണം പള്ളിയിലാണ്, ഇബാദത്തുകൾ പള്ളിയിലാണ്, ദിക്റുകൾ പള്ളിയിലാണ്. അവസാനത്തെ 10 നിങ്ങളുടെ സഹവാസം മുഴുവൻ ഇഅ്തികാഫിലൂടെ മുഴുവൻ പള്ളിയിലായി മാറണം.
അങ്ങനെ ഒരു മാസക്കാലം പള്ളി കേന്ദ്രീകരിച്ച് ഇബാദത്തെടുത്ത, പള്ളി കേന്ദ്രീകരിച്ച് അമലുസ്വാലിഹാത്തുകൾ നിർവഹിച്ച മുസ്ലിം സമാജത്തോട് പെരുന്നാളിന്റെ അന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അല്ലേ? പെരുന്നാൾ നമസ്കാരം ഗ്രൗണ്ടിലാണ്. ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്ന, ഗാനമേളകൾ നടക്കുന്ന, ബസ് സ്റ്റാൻഡുകൾ ഉൾക്കൊള്ളുന്ന, മീൻ മാർക്കറ്റുകൾ ഉൾക്കൊള്ളുന്ന ഗ്രൗണ്ടുകളിലാണ് ഈദ്ഗാഹുകൾ നടക്കുന്നത്. അന്ന് സുബ്ഹി നമസ്കാരം പള്ളിയിൽ നടക്കണം, ളുഹുറും പള്ളിയിൽ നടക്കണം. എന്താ ഈ പഠിപ്പിക്കുന്നത്? ഒരു മാസത്തെ പരിശീലനം കഴിഞ്ഞ് നിങ്ങൾ പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നു. ആ പൊതുരംഗത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വലി തുക്കുമിലുൽ ഇദ്ദത വലി തുകബ്ബിറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മറക്കും, എണ്ണം പൂർത്തിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തക്ബീർ ചൊല്ലി ഇറങ്ങണം. ആ തക്ബീർ മറക്കാതിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പ്രത്യേകം പഠിപ്പിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഒരു മാസം ഒരു പരിശീലനത്തിലേക്ക് നമ്മൾ തയ്യാറാവും. നമ്മൾ പലപ്പോഴും പറയുമല്ലോ, പല ആളുകളും പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്, മുസ്ലിം സമുദായം അധപ്പതിച്ചു പോയിട്ടുണ്ട്. മുസ്ലിം സമുദായം കേൾക്കുന്ന വാർത്തകളൊക്കെ അപകടകരമാണ്, ഈ സമുദായം തകർന്നു പോകുന്നു, നശിച്ചു പോകുന്നു എന്നൊക്കെ പലപ്പോഴും പല ആളുകളും പ്രസംഗങ്ങളിലൊക്കെ പറയാറുണ്ട്. ആ വാദം തീർത്തും തെറ്റാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം നിങ്ങൾ നമ്മുടെ ഈ പരപ്പനങ്ങാടി മഹല്ലെടുത്ത് പരിശോധിച്ചാൽ, ഈ മഹല്ലിൽ 5% മുസ്ലിം സമുദായത്തിലെ മെമ്പർമാർ പോലും കള്ളുകുടിയന്മാരല്ല. ആണോ? 5% മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ പോലും പെണ്ണുപിടിയന്മാരല്ല. പിന്നെ ആരാ നമ്മൾ മോശക്കാരെന്ന് പറഞ്ഞത്? നമ്മൾ മോശക്കാരൊന്നുമല്ല. നമ്മുടെയൊക്കെ മനസ്സിൽ ഈമാൻ തുളുമ്പി നിൽക്കുന്നു. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ എല്ലാ ദിവസവും രാവിലെ 10:30 മണിക്ക് അദ്ദേഹം വിളിക്കും, ചായ പിടിക്കാൻ പോവല്ലേ, ക്യാൻറ്റീനിൽ പോവാം. ആ 10:30 എന്നുള്ളത് 10:45 അദ്ദേഹം വീണ്ടും വിളിക്കും, ഇനി കാത്തിക്കാൻ കഴിയില്ലട്ടോ, എനിക്ക് തലവേദന വരും എന്ന് പറഞ്ഞ 10:30 ചായ കിട്ടിയില്ലെങ്കിൽ തലവേദന വരും. ഞാനും അദ്ദേഹവും ഞങ്ങള് കോയമ്പത്തൂരിലേക്ക് പോയപ്പോ, കോയമ്പത്തൂർ എത്തുമ്പോഴേക്ക് 3 തവണ അദ്ദേഹം ചായ കുടിച്ചു. പട്ടാമ്പിയിൽ നിന്നും പാലക്കാടും പിന്നെ കോയമ്പത്തൂരിന്റെ തൊട്ട് മുമ്പ്. ചില ആളുകൾ ഉച്ചക്ക് ആ 1 മണി 1:30 ചോറ് കിട്ടിയില്ലെങ്കിൽ പറയും ഗ്യാസ് കയറി. വൈകുന്നേരത്തെ ചായ കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത പ്രയാസമുള്ള ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സഹോദരനോട് കഴിഞ്ഞ റമദാൻ 1-ന് ഞാൻ 10:30 വിളിച്ചു, ഇന്ന് ചായ കുടിക്കാൻ പോവുക. റമദാനിൽ രാവിലെ 10:30 മണിക്ക് എന്താ നമുക്ക് ഗ്യാസ് കയറാത്തത്? റമദാനിലെ ഉച്ചക്ക് ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് എന്താ നമുക്ക് തലവേദന വരാത്തത്? അത്താഴത്തിന് കഴിച്ച ഭക്ഷണത്തിന്റെ ഊർജ അല്ല, നമ്മുടെ മനസ്സിലെ ഈമാനാണ്. നമ്മുടെ മനസ്സിലെ ഈമാനാണ്. ആ ഈമാനിനെ ഒന്നുകൂടി സജീവമാക്കലാണ് റമദാനിൽ നമുക്ക് നിർവഹിക്കാനുള്ളത്. അതാ റസൂലുള്ളാഹി പറഞ്ഞത്, ജദ്ദിദു ഈമാനക്കും. നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ പുതുക്കാൻ തയ്യാറാവണം. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ പോവാണ്. റമദാൻ നമ്മളിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഒന്നാമതൊരു വിശ്വാസിക്ക് ചെയ്യാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞല്ലോ, അലാ ഉഖ്ബിറുക്കും ബി അഫ്ളലി ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ. നമസ്കാരത്തെക്കാൾ, നോമ്പിനേക്കാൾ, സകാത്തിനേക്കാൾ പുണ്യകരമായ ഒരു പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. സ്വഹാബത്ത് മറുപടി പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്. എന്താ റസൂലുള്ളാഹി പഠിപ്പിച്ചത്? ഇസ്ലാഹു ദാത്തുൽ ബൈൻ, ജനങ്ങൾക്കിടയിലുള്ള ഒരുമയാണത്. നിങ്ങൾ പിണങ്ങി നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ തകർച്ചയാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. അപ്പൊ റമദാൻ കടന്നു വരുമ്പോ നിങ്ങളുടെ നോമ്പിനേക്കാളും, നിങ്ങളുടെ സകാത്തിനേക്കാളും, നിങ്ങളുടെ നമസ്കാരത്തെക്കാളും പുണ്യകരമായ കാര്യം പിണങ്ങി നിൽക്കുന്നവർ ഒന്നിക്കലാണ്. ഉമ്മയോട് മിണ്ടാത്തവർ,
വാപ്പയോട് മിണ്ടാത്തവർ, പെങ്ങന്മാരോട് പിണങ്ങി നിൽക്കുന്നവർ, ഇത് വളരെ ഗൗരവമുള്ള വിഷയല്ല. യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. ഖാത്തിഉറഹിം, കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. നമ്മൾ പറയല്ലേ, കാരണം ഉണ്ടായിട്ടാണ്. കാരണം ഉണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി. അവിടെ കാരണത്തെക്കുറിച്ച് റസൂലുള്ളാഹി ഹദീസിൽ പറയുന്നേയില്ല. കാരണമുണ്ടായാലും ഇല്ലെങ്കിലും കുടുംബ ബന്ധത്തിൽ മുറിവേൽപ്പിക്കാൻ ഒരു വിശ്വാസിക്ക് അധികാരമില്ല. നിന്റെ ഉമ്മ ദീനിന്റെ വിഷയത്തിൽ വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഅഹുമാ, ശിർക്കിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു വിഷയത്തിൽ നിന്റെ ഉമ്മ നിന്നെ നിർബന്ധിച്ചാൽ ആ ഉമ്മയെ നീ അനുസരിക്കേണ്ടതില്ല. പക്ഷേ വസാഹിബഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ഈ ലോകത്ത് ഉമ്മയോട് മാന്യമായി പെരുമാറൽ തുടരണം. ശിർക്കിന്റെ വിഷയത്തിൽ ഉമ്മയെ അനുസരിക്കേണ്ടതില്ല. പക്ഷേ അവരോടുള്ള സഹവാസം അവസാനിപ്പിക്കാൻ ഒരു വിശ്വാസിക്ക് ഈ ലോകത്ത് അനുവാദമില്ല എന്നർത്ഥം. അപ്പൊ റമദാൻ കടന്നു വരുന്ന സമയത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് നിർവഹിക്കാനുള്ളത്, പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആരോടെങ്കിലും എന്തെങ്കിലും കാരണം വെച്ച് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് പോയി സലാം പറഞ്ഞ് മാപ്പ് പറഞ്ഞ് അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് അങ്ങനെ അവരോട് ഐക്യത്തിലാവാൻ കഴിയണം. രണ്ടാമത്തത് സാമ്പത്തികമായ രംഗത്തെ സൂക്ഷ്മതയാണ്. ഇന്ന് മുസ്ലിം സമുദായം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ലോകത്ത് കടന്നുപോയ മുഴുവൻ സമുദായങ്ങൾക്കും ഫിത്നകളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. വഫിത്നതു ഉമ്മത്തി അൽ മാൽ, എന്റെ സമുദായത്തിന്റെ ഫിത്ന എന്ന് പറയുന്നത് സമ്പത്താണ് എന്ന് റസൂലുള്ളാഹി 14 നൂറ്റാണ്ട് മുമ്പ് നമ്മളെ പഠിപ്പിച്ചു. നമുക്കറിയാം, തിരുവനന്തപുരത്ത് രണ്ടാളുകളെ കൊലപ്പെടുത്തി ഹാമർ കൊണ്ട് ഉമ്മയുടെ തലക്കടിച്ച് ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെയൊരു കുഞ്ഞിന്റെ വർത്തമാനം കേട്ടപ്പോ പോലീസ് FIR തയ്യാറാക്കിയപ്പോ ആ FIR-ൽ ആ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞത് കഞ്ചാവിന്റെ ലഹരിയെന്നോ മദ്യത്തിന്റെ ലഹരിയെന്നോ പെൺകേസുകളിൽ പെട്ടുപോയവനെന്നോ ആയിരുന്നില്ല. ആ സഹോദരന്റെ, ആ കുഞ്ഞിന്റെ പരാതി അവനെ കുറിച്ച് FIR-ൽ എഴുതിയത് EMI-യുടെ വലയിൽ കുടുങ്ങിയെന്നാണ്. എന്താ EMI? എല്ലാ വീട്ടിലും അങ്ങനെയാണ്. 10,000 രൂപയുടെ മൊബൈൽ ഫോണുള്ള ഒരു കുട്ടി 1.5 ലക്ഷം രൂപയുടെ ഐഫോൺ കടം വാങ്ങി. അതാണ് എന്റെ പോയിന്റ്. കടം വാങ്ങിയിട്ട് വാങ്ങുന്നത് എന്താവശ്യത്തിനാണ് എന്ന് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ വീട് വെക്കുമ്പോ നമുക്കറിയാലോ, പല ആളുകളും 800 സ്ക്വയർ ഫീറ്റിന്റെ പ്ലാൻ വരച്ച് ആ പ്ലാൻ അനുസരിച്ച് തറയിട്ട് ആ പറമ്പൊന്ന് പുല്ല് മുളച്ചു പൊന്തി തറയിൽ പച്ചക്കറി നട്ട് പിറ്റത്തെ പ്രാവശ്യം 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കുറച്ച് കല്ലിറക്കി വീണ്ടും ഗൾഫിൽ പോയി അടുത്ത 2 കൊല്ലം കഴിഞ്ഞ് വരുമ്പോ കുറച്ച് കമ്പിയിറക്കി അങ്ങനെ 10ഉം 15ഉം കൊല്ലം കൊണ്ട് 800 സ്ക്വയർ ഫീറ്റ് വീട് വെച്ച ഒരുപാട് ആളുകളെ നമുക്കറിയാം. അതേ സമയത്ത് ഇപ്പുറത്ത് ഉമ്മയും ഉപ്പയും മക്കളും ഒരുമിച്ച് ചേർന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുന്നു 3000 സ്ക്വയർ ഫീറ്റിന്റെ വീട്. എന്താ കയ്യിലുള്ളത്? 40 ലക്ഷം കയ്യിലുണ്ട്. എത്ര ചെലവാകും? 1 കോടി രൂപ. അപ്പൊ 60 ലക്ഷം രൂപ കടമെടുക്കണം, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം, അല്ലേ? ആ ലോൺ എടുത്ത പണം എങ്ങനെ വീട്ടണം? ഉമ്മ പറയും, കുഴപ്പമില്ല വാപ്പ, നിങ്ങൾ 1 കൊല്ലം കൊണ്ട് 20 ലക്ഷം, 1 കൊല്ലം കൊണ്ട് മൂത്ത മോൻ 20 ലക്ഷം, 1 കൊല്ലം കൊണ്ട് രണ്ടാമത്തെ മോൻ 20 ലക്ഷം. ശരി, 1 കൊല്ലം കൊണ്ടത് വീടും. ഈ 60 ലക്ഷം വാങ്ങിയ ഉമ്മയും ഉപ്പയും 70 ലക്ഷം രൂപയാണ് പലിശക്ക് പണമടക്കുന്നത്. ബാങ്കിൽ നിന്ന് വാങ്ങുന്ന പലിശ പണമാണല്ലോ.
അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് 2-3 മാസം കഴിയുമ്പോൾ വാപ്പാക്ക് ഒരു നെഞ്ചുവേദന. വാപ്പ ആ കൊല്ലത്തിൽ ഉണ്ടാക്കാനുള്ള 20 ലക്ഷം വാപ്പാക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഉമ്മയുടെ കാൽമുട്ടിന്റെ ഓപ്പറേഷൻ, അത് നമ്മുടെ തീരുമാനത്തിൽപ്പെട്ടതല്ല. മൂത്ത മോനൊരു സ്ട്രോക്ക്, തകർന്നു പോയില്ലേ. ഇതൊന്നും നമ്മുടെ തീരുമാനത്തിൽപ്പെട്ടതല്ല. അങ്ങനെ മാസം മാസം അടക്കാനുള്ള 2-3 ലക്ഷം രൂപ അടക്കാൻ കഴിയാതെ റസൂലുള്ളാഹി പറഞ്ഞല്ല, അവസാനം എന്തിനും ദേഷ്യപ്പെടുന്ന ഒരവസ്ഥ വരും. ഉറപ്പല്ലേ? 5 ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള വാപ്പാനോടാണ് ഉമ്മ ചെന്നിട്ട് പറയണം, ഉമ്മാന്റെ അനിയത്തിന്റെ മോളെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ. വാപ്പാക്ക് ദേഷ്യം വരും. വാപ്പാക്ക് 5 ലക്ഷം തികക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മോള് സ്കൂളിലെ ട്യൂഷൻ ഫീസ് അടക്കാൻ വേണ്ടി ചോദിച്ചു വരുന്നത്. വാപ്പാക്ക് ദേഷ്യം വരും. അങ്ങാടിക്ക് ഇറങ്ങാൻ പേടിയാ. കാരണം എന്താ? കടം വാങ്ങിയ ആൾക്കാരൊക്കെ ചോദിക്കും, പള്ളിക്കും പോകൂല. ഒരു കല്യാണത്തിന് വിളിച്ച പോകാൻ കഴിയില്ല. അതാ റസൂലുള്ളാഹി പറഞ്ഞത്, അദ്ദേഹം ദേഷ്യപ്പെട്ട് അസ്വസ്ഥനായി കഴിയും. അവസാനം എന്താ ഉണ്ടാവുക? ആ വീട് വിറ്റ് ആധാരം പണയം വെച്ച് ഒന്നുമില്ലാതെ പാപ്പരായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അവിടെയാണ് ഈ റമളാൻ കടന്നു വരുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ആരോടെങ്കിലും നമ്മൾ കടം വാങ്ങി തിരിച്ചു കൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നേരിട്ട് പോയി കണ്ട് ആ സാമ്പത്തികമായ വിഷയത്തിൽ സുതാര്യത വരുത്തണം. കഴിഞ്ഞ കൊല്ലം തരാനുള്ളതാ, കഴിഞ്ഞില്ലട്ടോ. പല കാരണങ്ങൾ കൊണ്ട് വൈകിപ്പോയി. വിചാരിക്കാത്ത പ്രശ്നങ്ങൾ കുടുംബത്തിൽ വന്നു. അത് പറഞ്ഞ് ആ വിഷയത്തിൽ സുതാര്യത വരുത്താൻ കഴിയണം. അതോടൊപ്പം ഹറാമിന്റെ പണം എന്റെ സമ്പത്തിലില്ല എന്ന് ഉറപ്പുവരുത്തണം. ഹറാമിന്റെ പണം ഒരിക്കലും പാടില്ല. അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് വരുമ്പോ ഒന്നാമത്തെ സൊഫിലിരുന്ന് കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി യാ റബ്ബി യാ റബ്ബി എന്ന് വിളിച്ചു പ്രാർത്ഥിച്ച് പൊട്ടിക്കരഞ്ഞ് താടിരോമത്തിലൂടെ കണ്ണുനീർത്തുള്ളികൾ ഉറ്റി വീഴുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അന്നാ ലാ യുസ്തജാബു. ഇവൻ അള്ളാഹു എങ്ങനെ പുറത്തു കൊടുക്കാനാണ്? സഹാബത്ത് ചോദിക്കുന്ന റസൂലെ, ഖിബിലക്ക് അഭിമുഖമായി ഇരുന്ന് കരഞ്ഞ് കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് എന്താണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്? റസൂലുള്ളാഹി പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭക്ഷണം ഹറാമാണ്, അദ്ദേഹത്തിന്റെ വസ്ത്രം ഹറാമാണ്. അപ്പൊ ഹറാമായ വല്ലതും എന്റെ ജീവിതത്തിലുണ്ടോ എന്ന് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്താ ഹറാമ് എന്നറിയാൻ ഞാൻ ഒരൊറ്റ സംഭവം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ അബൂ ദുജാന റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടുകയാണ്. റസൂലുള്ളാഹി ഒന്നും പറഞ്ഞില്ല. രണ്ടാമത്തെ ദിവസവും സലാം വീട്ടിയ ഉടനെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടുന്നു. മൂന്നാമത്തെ ദിവസവും ഓടിയപ്പോൾ റസൂലുള്ളാഹി വിളിച്ചു, അബൂ ദുജാന എവിടേക്കാ? റസൂലെ വീട്ടിലേക്കാ. നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥനകൾ നിർവഹിച്ച് ദിക്റുകൾ പൂർത്തീകരിച്ച് അതിനുശേഷം വീട്ടിൽ പോയാൽ പോരെ? അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലെ പോകുമ്പോഴും മനസ്സിൽ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് ഓടുന്നത്. പിന്നെന്തിനാ വീട്ടിക്ക് ഇത്ര ധൃതിപ്പെട്ടു പോകുന്നത്? അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, 2 ദിവസം മുമ്പ് ഞാൻ എന്റെ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥനകളെല്ലാം നിർവഹിച്ച് ഞാൻ എന്റെ വീട്ടിലെത്തിയപ്പോഴേക്ക് എന്റെ 2 ആൺകുട്ടികളും എഴുന്നേറ്റിരുന്നു. ഇനി പറയുന്നത് നമ്മുടെ നെഞ്ചകത്ത് നമ്മൾ ചില്ലിട്ട് സൂക്ഷിക്കണം. ആ എഴുന്നേറ്റ 2 കുട്ടികളും മുറ്റത്തേക്കിറങ്ങി അയൽവാസിയുടെ ഈത്തപ്പന മരത്തിൽ നിന്നും എന്റെ മുറ്റത്തേക്ക് വീണ ഈത്തപ്പഴം, അയൽവാസിയുടെ പറമ്പിലെ ഈത്തപ്പന മരത്തിൽ നിന്നും എന്റെ മുറ്റത്തേക്ക് വീണ ഈത്തപ്പഴം അവരുടെ അനുവാദം ചോദിക്കാതെ എന്റെ മക്കൾ എടുത്ത് കഴിക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല റസൂലേ. അതുകൊണ്ട് അവർ ഉണരുന്നതിന് മുമ്പ് ഈ ഈത്തപ്പഴം അവരുടെ പറമ്പിലേക്ക് വലിച്ചെറിയാനാണ് ഞാൻ ഓടുന്നത്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ ചരിത്രം വായിച്ചപ്പോ ആലോചിച്ചത് എന്താ അറിയോ?
സുബഹി നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന നമ്മളെ വാപ്പാര് നാട്ടിലെ പറമ്പിലെ മാങ്ങൊക്കെ പൊറുക്കിയിട്ടാ പോരാ. ഞാനതൊരു തെറ്റാണെന്ന് ഫത്വ പറയുന്നില്ല. പക്ഷെ അതുപോലും തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന സ്വഹാബത്ത് ലോക ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അതാണ് അവരെ ഹറാമിന് കണ്ട ഗൗരവം. കാരണം എന്താ? ഹറാമ് കഴിച്ചാൽ പ്രാർത്ഥന സ്വീകരിക്കൂല, നോമ്പ് സ്വീകരിക്കൂല, നമസ്കാരം സ്വീകരിക്കൂല, ഇബാദത്തുകൾ സ്വീകരിക്കൂല. അതോടൊപ്പം നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ റമദാനിലെ ഒരു വെള്ളിയാഴ്ചയിലെ ഖുതുബ സക്കാത്താണ്. യഥാർത്ഥത്തിൽ നോമ്പും സക്കാത്തും തമ്മിൽ ഒരു ബന്ധവുമില്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് വരുമാനം കിട്ടുന്ന കണക്ക് നോക്കി ഒരു വർഷം തികയുമ്പോഴാണ് കൊടുക്കേണ്ടത്. ശരി, നമ്മുടെ നാട്ടിൽ കാലങ്ങളായി നമ്മൾ റമദാനിലാണ് അങ്ങനെ കണക്ക് നോക്കി കൊടുക്കാറുള്ളത്. നമുക്കറിയാം, പോക്കറ്റ് അടിച്ച പണം അത് ഹറാമാണ്, മോഷ്ടിച്ച പണം അത് ഹറാമാണ്, കൈക്കൂലി വാങ്ങിയ പണം അത് ഹറാമാണ്. അതുപോലെ ഹറാമാണ് സക്കാത്തിന്റെ വിഹിതത്തിൽ 50 പൈസ ബാക്കിയായാൽ. സക്കാത്തിന്റെ വിഹിതത്തിൽ ഒരു നയാ പൈസ ബാക്കിയായാൽ അത് ഹറാമിൽ ഉൾപ്പെടും എന്ന വിഷയത്തിൽ ഒരു തർക്കമില്ല. നമ്മൾ സാധാരണ സക്കാത്തിന്റെ കണക്ക് നോക്കുമ്പോൾ പോലും പല ആളുകളും ഇങ്ങനെ ഒരു ഏകദേശം 5000 റുപ്യ അങ്ങനെ കണക്കൂട്ടി കൊടുക്കല. കഴിഞ്ഞ വർഷം ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ അദ്ദേഹത്തോട് ഒരു സക്കാത്തിന്റെ പണത്തിൽ നിന്നൊരു വിഹിതം ഇന്നൊരു പദ്ധതിയിലേക്ക് തരണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇക്കൊല്ലത്തിന്റെ സക്കാത്തിന്റെ കോട്ട തീർന്നു. ഞാൻ ചോദിച്ചു, ഇക്കൊല്ലത്തെ സക്കാത്ത് എത്ര ഉണ്ട്? അദ്ദേഹം എന്നോട് പറഞ്ഞു 7000 രൂപ സക്കാത്ത് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഒരു നിലക്ക് 7000 പോരാ. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 65,000 70,000 രൂപ ശമ്പളമാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് ഇരുന്ന് കണക്ക് കൂട്ടാം. ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കണക്ക് കൂട്ടി. അദ്ദേഹത്തിന്റെ സക്കാത്ത് കഴിഞ്ഞ വർഷം 47,752 രൂപ, കൊടുക്കുന്നത് 7,000 രൂപ. അദ്ദേഹത്തിന്റെ പറമ്പെന്ന് കല്ല് ചെത്തിക്കൊണ്ടുപോകുന്നുണ്ട്. കല്ല് ചെത്തിക്കൊണ്ടുപോയിട്ട് ഒരു വർഷം അദ്ദേഹത്തിന് 6,4 ലക്ഷം രൂപ കിട്ടിയിട്ട് സക്കാത്തിന്റെ ഗണത്തിലെ ഉൾപ്പെടുത്തിയിട്ടില്ല. പറമ്പിൽ നിന്ന് വിൽക്കുന്ന തേങ്ങക്കോ അടക്കക്കോ സക്കാത്തിന് കണക്കില്ല. ഇതെല്ലാം കൂട്ടുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഇത്രയും വലിയ 47,000 രൂപയോളം വരുന്നു. പക്ഷെ കൊടുക്കുന്നത് 7,000. സ്വർണത്തിന്റെ സക്കാത്ത് നോക്കുമ്പോൾ അറിയാം. കോഴിക്കോട് പോലീസ് കമ്മീഷണർ പറഞ്ഞില്ലേ, കോഴിക്കോട്ടെ മുസ്ലിമീങ്ങളെ നിങ്ങളുടെ സ്വർണത്തിന്റെ സക്കാത്ത് തന്നാൽ കേരളത്തിലെ പട്ടിണി മാറ്റാം. അപ്പൊ നമുക്ക് നമ്മുടെ സമ്പത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുവോ അതെല്ലാം കൃത്യമായി കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അതും സാമ്പത്തികമായ സുതാര്യതയുടെ ഭാഗമാണ്. അതോടൊപ്പം സാന്ദർഭികമായി പറയാണ്, കഴിഞ്ഞ വർഷത്തെ നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ അവസാനത്തെ അവസരം മുറ്റി വീട്ടാൻ കഴിയുന്നവരങ്ങനെ, അല്ലെങ്കിൽ അതിന് പ്രായച്ചിത്തം ചെയ്യാൻ കഴിയുന്നവർ ആ രൂപത്തിൽ. അപ്പൊ ആ ഒരു രൂപത്തിൽ ആദ്യം റമദാൻ കടന്നു വരുന്നതിന് മുമ്പ് നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള ഒരുക്കങ്ങൾ, നമ്മൾ റമദാനിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കുടുംബ ബന്ധങ്ങളും സാമ്പത്തികമായ സുതാര്യതകളും, അതോടൊപ്പം റമദാനിൽ കഴിഞ്ഞുപോയ വല്ലതും എനിക്ക് കുറവുകളുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കാൻ കഴിയാത്തതുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുകയും ആ ഒരു സുതാര്യമായ മനസ്സിന്റെ ഉടമയായി മാറണം. റമദാനിലേക്ക് നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഇനി റമദാനിലേക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഈ റമദാനിൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്വർഗം നേടിയെടുക്കലാണ് റമദാനിലൂടെ നമ്മുടെ ലക്ഷ്യം. ആ സ്വർഗം നേടിയെടുക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ആദ്യം പുരുഷന്മാരോട് ശക്തമായ ഭാഷയിൽ പറയട്ടെ, ഈ റമദാനിലെ നമ്മുടെ ഒന്നാമത്തെ തീരുമാനം 30 നോമ്പ് നമുക്ക് ലഭിക്കുമെങ്കിൽ
150 വക്ത് നമസ്കാരമാണ്. 30 നോമ്പ് നമുക്ക് ലഭിക്കുമെങ്കിൽ 150 വക്ത്. ആ 150 വക്തും അവ്വല് വക്തിന് പള്ളിയിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കണം. ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാവാത്ത തീരുമാനം നമ്മൾ അതിലെടുക്കണം. ഞാൻ ഇന്ന് സുബീക്ക് എന്റെ നാട്ടിൽ പറഞ്ഞപ്പോ ചോദിച്ചു, അപ്പൊ നോമ്പുറക്കുമ്പോ മഗ്‌രിബിന് പള്ളിയിൽ പോകാൻ പറ്റൂലേ? മഗ്‌രിബ് ഉൾപ്പെടെ മുഴുവൻ വക്തും പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ ഒന്നുമില്ലെങ്കിൽ പള്ളിയിൽ നോമ്പുറക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ഒന്നും വേണ്ട, ഒരു കാരയ്ക്ക് ഒരു കുപ്പി വെള്ളം എടുത്ത പള്ളി പോയിക്കൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തെ പഠിപ്പിച്ചത് എങ്ങനെയാ? അന്ധനായ അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ മുന്നിൽ വന്ന് ചോദിച്ചു, റസൂലെ ഞാൻ പള്ളിയിൽ വരണോ? റസൂലുള്ള വേണ്ടെന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു തിരിച്ചു പോകുമ്പോൾ റസൂലുള്ള വിളിച്ചു, വീട്ടിലേക്ക് ബാങ്ക് കേൾക്കുമെങ്കിൽ ഉത്തരം നൽകണം. അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം, കണ്ണ് കാണാത്ത കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ, വിഷത്തിന്റെ പാമ്പുകളുള്ള വഴികളിലൂടെ നടന്നു വരുന്ന സമയത്ത് വഴി കാണിച്ചു തരാൻ വഴിയാത്രക്കാരനില്ലാത്ത, കൈക്ക് പിടിക്കാൻ ഒരു സുഹൃത്തുമില്ലാത്ത ഒരു ഏരിയയിൽ നിന്ന് പള്ളിയിലേക്ക് നടന്നു വരണം. ആലോചിച്ച് നോക്കൂ, ആ അന്ധനായ അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന് ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഒരു അനുവാദവും നൽകിയിട്ടില്ല. റബ്ബറൈസ്ഡ് റോഡും വീടിന്റെ മുറ്റത്ത് 2-3 ബൈക്കുണ്ടായിട്ടും നമ്മൾ എവിടെയാ നിൽക്കുന്നത്? മദീനത്തെ പള്ളിയുടെ മുന്നിലേക്ക് 2 സ്വഹാബത്ത് കടന്നു വരുന്നു. പള്ളിയുടെ മുന്നിൽ വെച്ച് അവർ സലാം പറയുന്നു. രണ്ടാമത്തെയാൾ സലാം മടക്കിയിട്ട് പറഞ്ഞതെന്താ? വേണ്ടിയിരുന്നില്ല. അറിയാതെ മനസ്സൊന്ന് പറഞ്ഞു പോയത്. എന്താ സംഭവം എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നോമ്പിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോ സ്വഹാബത്ത് തിരിച്ചു ചോദിച്ചു, സുന്നത്ത് നോമ്പ് നോൽക്കാൻ പാടില്ലാത്ത ദിവസങ്ങൾ ഏതൊക്കെ? റസൂലുള്ള പഠിപ്പിച്ചു, 2 പെരുന്നാളിന്റെ ദിവസവും 3 അയ്യാമു തശ്രീഖിന്റെ ദിവസം ഒഴികെ ബാക്കിയൊക്കെ നോമ്പൊൽക്കാം. അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലെ ഞങ്ങൾ 360 ദിവസം നോമ്പൊൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തില്ല. അവര് പറഞ്ഞു, റസൂലെ മാസത്തിൽ 1 ഒഴിവാക്കാം. റസൂലുള്ളാഹി അനുവാദം കൊടുത്തില്ല. മാസത്തിൽ 2 അനുവാദമില്ല. മാസത്തിൽ 5 ഒഴിവാക്കാം, അനുവാദം കൊടുത്തിട്ടില്ല. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം റസൂലുള്ളാഹിയെ പരാജയപ്പെടുത്തുമാർ അവരങ്ങോട്ട് പറഞ്ഞു, പ്രവാചകരെ, നിങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സുന്നത്ത് നോമ്പ് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പാ. എന്താണത്? ഒരു ദിവസം നോമ്പ്, അടുത്ത ദിവസം നോമ്പില്ല, പിറ്റേ ദിവസം നോമ്പ്, പിറ്റേ ദിവസം നോമ്പില്ല. അങ്ങനെ ഇടവിട്ട് ഞങ്ങൾ സുന്നത്ത് നോമ്പ് നോൽക്കട്ടെ. റസൂലുള്ളാഹി മനമില്ലാ മനസ്സോടെ അവർക്ക് അനുവാദം കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട് കാലങ്ങൾ കഴിഞ്ഞ്, ആലോചിക്കണേ, റസൂലുള്ളാഹി മരണപ്പെട്ട് കാലങ്ങൾ കഴിഞ്ഞ് അസ്ർ നമസ്കാരത്തിന്റെ സമയത്ത് വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ പ്രയാസപ്പെടുമ്പോ മുട്ടുകുത്തി നടക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് മദീനത്തെ പള്ളിയുടെ മുന്നിലെത്തിയിട്ടാണ് അവരറിയാതെ പറഞ്ഞത് വേണ്ടിയിരുന്നില്ല, ഇങ്ങനൊന്നും ചോദിച്ചു വാങ്ങേണ്ടിയിരുന്നില്ല. എന്നിട്ടും അവർ അത് ഒഴിവാക്കിയിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നോമ്പിന്റെ ക്ഷീണം കൊണ്ട് ജമാഅത്ത് വേണ്ടെന്ന് വെക്കണവരാ നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ റമദാനിൽ ഞാനും നിങ്ങളും എടുക്കേണ്ട ഒന്നാമത്തെ തീരുമാനം 150 വക്ത് ഞാൻ ജമാഅത്തിന് പങ്കെടുത്തിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു ഫർള് നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ആ ഫർളിന് 70 ഇരട്ടി പ്രതിഫലമാണ്. ജമാഅത്തിന് നമ്മൾ നേരത്തെ നമുക്കറിയാം 27 ഇരട്ടി പ്രതിഫലമുണ്ട്. അങ്ങനെ പുണ്യങ്ങൾ വാരിയെടുക്കാൻ ഒരു സുന്നത്തായ പ്രവർത്തനം റമദാനിൽ നിർവഹിച്ചാൽ ഫർള് ചെയ്യുന്ന പ്രതിഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ഒന്നാമത്തെ തീരുമാനം അതായിരിക്കണം.
രണ്ട്, ഫർള് നമസ്കാരത്തിന്റെ മുമ്പും ശേഷവുമായി പഠിപ്പിക്കപ്പെട്ട മുഴുവൻ റവാത്തിബ് സുന്നത്തുകളും ഞാൻ ഈ റമദാനിൽ നിർവഹിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ഈ 150 വക്ത് നമസ്കാരത്തിന് പുറമെ റമദാനിൽ നമുക്ക് 300 റക്അത്ത് അധികമായി നമസ്കരിക്കേണ്ടി വരും. അങ്ങനെ ആലോചിച്ചു. അങ്ങനെ നമ്മൾ ഈ റമദാനിൽ എനിക്കെന്ത് ചെയ്യണം എന്ന് ആലോചിക്കണം. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു തവണയെങ്കിലും വിശുദ്ധ ഖുർആൻ ഒന്ന് ഓതി തീർക്കാൻ. അങ്ങനെ തന്നെ പറഞ്ഞു, ഒരൊറ്റ തവണ. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ, വീട്ടിൽ പണിയൊന്നുമില്ലാത്ത സാധുക്കളായ ഉമ്മമാരും നമ്മുടെ പള്ളികളിലൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഉപ്പമാരൊക്കെ നന്നായിട്ട് ഓതുന്നുണ്ട്, തർക്കല്ല. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മൾ ഓതിയേ പറ്റൂ. ഒരു ദിവസം ഒരു ജുസ് ഓതിയാൽ വേണ്ട, ഒരു ജമാഅത്തിനോടനുബന്ധിച്ച് 4 പേജ് ഓതാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ ഈ 150 വക്താകുമ്പോ 600 പേജ്, മിക്കവാറും ഖുർആനും 600 പേജാ. 4 പേജ് വീതം ഓരോ ജമാഅത്തിന്റെയും സമയത്ത് ഓതാൻ തയ്യാറായാൽ വിശുദ്ധ ഖുർആൻ പരിപൂർണമായി ഓതി തീർക്കാൻ നമുക്ക് കഴിയും. ചോദിക്കട്ടെ, വിനയത്തോടുകൂടി ഈ റമദാനിൽ ഒരു സൂറത്ത് കാണാതെ പഠിക്കാൻ പറ്റുമോ? ഒരൊറ്റ സൂറത്ത്. ഞാനും നിങ്ങളും മദ്രസയിൽ പഠിച്ച സൂറത്തിനപ്പുറത്ത് നമ്മൾ ഏത് സൂറത്താണ് പ്രിയപ്പെട്ടവരെ അധികമായി പഠിച്ചത്? കഴിഞ്ഞ റമദാനിൽ ഞങ്ങളത് പരീക്ഷിച്ചു. ഞാനത് ആദ്യം റമദാൻ 1 അന്ന് പറഞ്ഞപ്പോ പല ആളുകളും ഞങ്ങൾക്ക് 50 വയസ്സായി, 55 വയസ്സായി, ഓർമ്മയില്ല, ഒക്കെ മറക്കുകയാണ്, ഞങ്ങൾ വിചാരിച്ച അത് നടക്കുവോ? പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലിന് ഖുർആൻ ഇറങ്ങുന്നത് 40-ാമത്തെ വയസ്സിലാണ്. ഖദീജ ബീവി ആദ്യമായി ഖുർആൻ കേൾക്കുന്നത് 55-ാമത്തെ വയസ്സിലാണ്. എന്താ ചെയ്യേണ്ടത്? ഒരു സൂറത്ത് തെരഞ്ഞെടുക്കുക. സുബഹിക്ക് പള്ളിയിൽ കഴിയുമെങ്കിൽ സൂറത്തുൽ ഖാഫ്, ഞങ്ങൾ കഴിഞ്ഞ വർഷം സൂറത്തുൽ ഖാഫാണ് പഠിച്ചത്. 5 ആയത്ത് 1-ാമത്തെ ദിവസം രാവിലെ സുബഹിക്ക് ഓതുക. ഒരു 50 വട്ടം ആവർത്തിച്ച് ഓതുക. കാണാതെ പഠിക്കും, വേറെ പണിയൊന്നുമില്ല. ആ പഠിച്ച 5 ആയത്തുകൾ നമ്മൾ നമസ്കരിക്കുന്ന ഓരോ ജമാഅത്തുകളിൽ അല്ലെങ്കിൽ ഓരോ നമസ്കാരങ്ങളിലും നമുക്ക് ഓതാൻ കഴിയണം. അങ്ങനെ ആവർത്തിച്ച് ഒരു മാസം 1000-ഉം 1500-ഉം തവണ ഒരേ ആയത്തുകൾ ഇങ്ങനെ ആവർത്തിച്ച കാണാതെ പഠിക്കും. തന്നെയാണ് പഠിക്കാനുള്ള വഴി. അങ്ങനെ ഒരൊറ്റ സൂറത്ത് പ്രിയപ്പെട്ടവരെ കഴിയുമോ എന്ന് നമ്മൾ ആലോചിക്കണം. വിശുദ്ധ ഖുർആനിലെ ഒരു ജുസ് എങ്കിലും ഞാൻ അർത്ഥസഹിതം ഓതി തീർക്കും. സുബഹി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് വാപ്പ ഖുർആൻ ഓതട്ടെ, ഉമ്മ അതിന്റെ അർത്ഥം വായിക്കട്ടെ, മക്കള് അമാനി മൗലവിയുടെ തഫ്സീറിലെ വിശദീകരണങ്ങൾ വായിക്കട്ടെ. അങ്ങനെ ഖുർആനിന്റെ അവതരണം കൊണ്ട് ശ്രദ്ധേയമായ ഈ മാസം ഖുർആനുമായി ബന്ധപ്പെടുത്തി ഒരു പരിവർത്തനത്തിന് വിശുദ്ധ ഖുർആനിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന 5 ആയത്ത് ഇറങ്ങിയപ്പോ റസൂലുള്ളാഹിക്ക് പനി വന്നു. നെറ്റിത്തടത്തിലൂടെ വിയർപ്പ് കണങ്ങൾ ചാലിട്ടൊടുക്കി ദമ്മിലൂനി യാ ഖദീജ എന്ന് പറഞ്ഞു പനിച്ചു വറച്ച് റസൂലുള്ളാഹി വീട്ടിലേക്ക് ഓടി വരിക. 5 ആയത്ത് ഇറങ്ങിയിട്ട് റസൂലുള്ളാഹിക്ക് പനി ബാധിച്ചു. 6000 ചില്ലറ ആയത്ത് ഇറങ്ങിയിട്ട് ഒരു കുലുക്കു ഇല്ല നമുക്ക്. ഇവിടെയാ നമ്മൾ തിരുത്താൻ തയ്യാറാവേണ്ടത്. ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഖുർആനിന്റെ ശക്തരായ പഠിതാക്കളായി നമ്മൾ മാറണം. ഈ റമദാനിൽ പ്രിയപ്പെട്ടവരെ പുതിയതായിട്ട് പ്രാർത്ഥനകൾ പഠിക്കാൻ എമ്പാടും പ്രാർത്ഥനകളുണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്, പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ മറ്റൊരു പ്രാർത്ഥനയുണ്ട്, കണ്ണാടിയിൽ നോക്കുമ്പോൾ അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ അഹ്സൻത ഖൽഖി എന്നൊക്കെ പറഞ്ഞ് എത്ര പ്രാർത്ഥനകൾ നമ്മളെ പഠിപ്പിച്ചു. നമസ്കാരം കഴിഞ്ഞാൽ റസൂലുള്ളാഹി ആ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാറില്ല ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, അല്ലാഹുമ്മ അഇന്നി, നീ എന്നെ സഹായിക്കണമേ, അലാ ദിക്രിക, നിന്നെ ഓർക്കാൻ, വശുക്രിക, നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതിക, നിനക്ക് ആത്മാർത്ഥമായി നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ എന്നെ സഹായിക്കണമേ. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ, ദിക്റുകൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. നാവിന് ഭാരമില്ലാത്ത അല്ലാഹുവിന്റെ തുലാസിൽ ഏറെ കനം തൂങ്ങുന്ന ദിക്റാണ് ഇത് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്.
അപ്പൊ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഇങ്ങനെയുള്ള ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും നിർവഹിക്കാൻ കഴിയണം. സാധാരണ നിലയിൽ നമ്മുടെ നോമ്പുകളൊന്ന് ആലോചിച്ച് നോക്കൂ. അത്താഴത്തിനൊരു 4 മണിക്ക് നമ്മൾ എഴുന്നേൽക്കും. അത്താഴത്തിന്റെ സമയത്ത് ഭക്ഷണം തയ്യാറാക്കി വെച്ച് ചെറുപ്പക്കാർ കുട്ടികളൊക്കെ, ഞാൻ കോളേജിലുള്ള കുട്ടികളോടൊക്കെ ചോദിക്കലുണ്ട്, അവരൊക്കെ പറയും പല്ല് മാത്രമേ തേക്കലുള്ളൂ, മുഖമൊന്നും കഴുകൂല, എന്നൊരു ഹാഫ് ഉറക്കം. അങ്ങനെ ഒരു ഹാഫ് ഉറക്കത്തിൽ വന്ന് ഭക്ഷണം കഴിച്ച് നമ്മുടെ നാട്ടിൽ പഴം കലക്കി കോൺക്രീറ്റ് ഇട്ട് വീണ്ടും കിടന്നുറങ്ങുക. അതിന്റെ ഇടക്ക് സുബി നിസ്കരിച്ചോ നോയിച്ചോ നിസ്കരിച്ചു. ഒരു ഹാഫ് ഉറക്കത്തിൽ ഒരു നിസ്കാരമാണ്. ഒരു ശനിയാഴ്ച ഞായറാഴ്ച ആണെങ്കിൽ 10, 11, 12 മണി വരെ ഉറക്കം. 12 മണിയാവുമ്പോൾ എഴുന്നേറ്റാൽ സിറ്റ് ഔട്ടിൽ ചുരുണ്ട് കിടക്കുന്ന പേപ്പർ എടുത്ത് തിരിച്ചും മറിച്ചും നോക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കും. പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുത്ത് നമസ്കാരം കഴിഞ്ഞ് മുസഹഫ് തുറന്ന ഉറക്കം വരും. പിന്നെ വീണ്ടും ഉറങ്ങന്നെ. അസ്ർ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനും പൊരിക്കാനുള്ള തിരക്കാണ്. ഇതര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരനാണ് എഴുതി വെച്ചത്, മുസ്ലിമീങ്ങളുടെ നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ റെയിൽവേ ഗേറ്റ് തുറക്കണ പോലെയാണ്. റെയിൽവേ ഗേറ്റ് തുറന്ന ബസ്, ലോറി, ജീപ്പ്, കാറ് അങ്ങനെ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ അടിച്ചു കയറല. അവിടെ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥന അറിയാത്ത ആരെങ്കിലും സദസ്സിലുണ്ടോ? അപ്പോ പക്ഷെ കഴിഞ്ഞ വർഷം പലപ്പോഴും ആ പ്രാർത്ഥന നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നോമ്പ് തുറന്നാൽ സാധാരണ നമ്മൾ പറയും ഇനി എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല. ഈ രൂപത്തിലുള്ള ഒരു റമദാൻ നമ്മളിലൂടെ കടന്നുപോയാൽ പാരത്രികമായി നമുക്ക് ആ റമദാനിലൂടെ ഒന്നും നേടിയെടുക്കാൻ കഴിയാത്ത സങ്കടകരമായ ഒരു സാഹചര്യമായി മാറും. റമദാനിലൂടെ ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാനുള്ളത് ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയാണ് ഒരു വിശ്വാസിക്ക് റമദാനിലൂടെ നേടിയെടുക്കാനുള്ളത്. തഖ്വ എന്ന് പറഞ്ഞാൽ കാണേണ്ടത് മാത്രം കാണാനും കേൾക്കേണ്ടത് മാത്രം കേൾക്കാനും ഒടുവിൽ ചിന്തിക്കേണ്ടത് മാത്രം ചിന്തിക്കാനുമുള്ള ഒരു പരുവത്തിലേക്ക് ഒരു വിശ്വാസി റമദാനിലൂടെ മാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോ ആ ഒരു പരുവത്തിലെത്താൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വബുതഗു ഇലൈഹിൽ വസീല, നമ്മുടെ മാർഗങ്ങളെ നമ്മൾ വെട്ടിപ്പിടിച്ചുണ്ടാക്കണം. എനിക്ക് ഈ റമദാനിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ആത്മാർത്ഥമായി ഓരോരുത്തരും ആലോചിച്ചാൽ നമുക്കതിനുള്ള ഉത്തരം കിട്ടും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തഖ്വ എന്ന ബോധം ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരണമെങ്കിൽ റബ്ബ് എന്ന ചിന്ത മനസ്സിലേക്ക് വരണം. അല്ലാഹു എന്ന ചിന്ത മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് കയറുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ വരിക. നമ്മളൊക്കെ മുജാഹിദുകളാണ്. തൗഹീദിനെ നെഞ്ചോട് ചേർക്കുകയും ആദർശത്തെ ശിരസ വഹിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. ആ ആദർശം എന്ന് പറയുന്നത് കേവലം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അബ്രഹത്തിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം പരിശുദ്ധമായ കഅബാലയത്തെ തകർക്കാൻ വരുന്നു. പരിശുദ്ധമായ കഅബാലയത്തെ തകർക്കാൻ വരുന്ന സമയത്ത് അബ്രഹത്തിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം അന്ന് കഅബാലയത്തിന്റെ സംരക്ഷണ ചുമതലയുള്ള അബ്ദുൽ മുത്തലിബിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഈ പള്ളി പൊളിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് അറബികളുടെ ഒരു സവിശേഷതയാണ്. യുദ്ധം ചെയ്യുന്ന സമയത്ത് പോലും അവർ അനുവാദം ചോദിക്കാറുണ്ട്. നമ്മൾ മലയാളികളെ പോലെ പിറകുന്നു ചെന്ന് കുത്തി തിരിച്ചു പോരില്ല എന്നർത്ഥം. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന ചോദ്യത്തിന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ മറുപടി, ആ വിഷയത്തിൽ എനിക്കൊരു അഭിപ്രായമില്ല. നിങ്ങൾക്ക് കഅബാലയത്തെ എന്തു വേണമെങ്കിലും ചെയ്യാം, പക്ഷേ നിങ്ങൾ പിടിച്ചു വെച്ച എന്റെ 2 ഒട്ടകങ്ങളെ നിങ്ങൾ എനിക്ക് വിട്ടുതരണം.
നമ്മളെ ഭാഷ പറഞ്ഞ അതൊരു ഇച്ചിവർത്താനാ. ഭൂമി ലോകത്ത് ജനിച്ചു വീണ ഏതൊരു മനുഷ്യപുത്രനും പവിത്രമായി നോക്കിക്കാണുന്ന കഅബാലയത്തെ തകർക്കാൻ വരുമ്പോ ആ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാതെ രണ്ട് ഒട്ടകത്തിന്റെ കാര്യം പറഞ്ഞത് മോശമായി പോയി. അബ്രഹത്തിന്റെ സൈന്യം കളിയാക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന ചോദ്യത്തിന് അബ്ദുൽ മുത്തലിബിന്റെ മറുപടി എന്താ? അന റബ്ബുൽ ഇബിൽ, ഞാൻ ഒട്ടകത്തിന്റെ രക്ഷിതാവാണ്. വലിൽ ബൈത്തി റബ്ബുൻ, ഈ ഭവനത്തിന്, ഈ പള്ളിക്ക് മറ്റൊരു രക്ഷിതാവുണ്ട്. നിങ്ങൾ ആരൊക്കെ കടന്നു വന്ന് ഈ പള്ളിയെ തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങളെ കൊണ്ട് ഈ പള്ളി തകർക്കുക സാധ്യമല്ല. എന്റെ വിനയത്തോടു കൂടിയുള്ള ചോദ്യം, ഈ പ്രഖ്യാപനം നടത്തിയ അബ്ദുൽ മുത്തലിബിനെ ഞാനും നിങ്ങളും ഉൾപ്പെടുത്തുന്നത് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലാണോ അതല്ല കാഫിരീങ്ങളുടെ കൂട്ടത്തിലാണോ? മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലല്ല. അത്രയും വലിയ തൗഹീദിന്റെ പ്രഖ്യാപനം നടത്തിയിട്ട് പോലും മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലല്ല ഉൾപ്പെടുത്തുന്നത്. എന്താ കാരണം? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് റബ്ബ് എന്ന് പ്രഖ്യാപിച്ച പോരാ. തുമ്മസ്തഖാമു, അത് നെഞ്ചകത്ത് നിലനിൽക്കണം. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. അവർക്കാണ് തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. അല്ലാഹുവിന്റെ മാലാഖമാര് വന്ന് നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല, സന്തോഷത്തോടുകൂടി സ്വർഗത്തിലേക്ക് പോകാമെന്ന് പറയുന്നത് ആ ആദർശം ജീവിതത്തിൽ വരുന്ന ആളുകളാണ്. എന്റെ കയ്യിൽ 10 രൂപയുടെ ഒട്ടിച്ചു വെച്ചൊരു നോട്ടുണ്ട്. കണ്ടക്ടർ വരുമ്പോ ഞാനത് മെല്ലെ മടക്കി കണ്ടക്ടറുടെ കയ്യിലേക്ക് കൊടുക്കും. എന്റെ മനസ്സിൽ പടച്ചോൻ അയാളത് തുറന്നു നോക്കാതെ നേരെ ബാഗിന്റെ ഉള്ളിലേക്ക് ഇടണം. അയാളത് തുറന്നു നോക്കാതെ ബാഗിന്റെ ഉള്ളിലേക്ക് ഇട്ടാൽ അൽഹംദുലില്ലാ, അയാളത് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഫൈനല്ലാഹ്, ആദർശം ജീവിതത്തിൽ നിന്ന് പോയി. ഞാൻ എന്റെ വീട്ടിലിരുന്ന് കാണാൻ പാടില്ലാത്ത എന്തോ ഒന്ന് ടിവിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോ പള്ളി കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ വന്ന് കോളിംഗ് ബെല്ലടിച്ചാൽ ഞാൻ ഒന്നാമത് വാതിൽ തുറക്കുമോ അതല്ല ടി വി നിർത്തുമോ? ടി വി നിർത്തും. കാരണം പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികൾ കാണുന്നത് എനിക്ക് പേടിയാ, അള്ളാഹു കാണുന്നത് എനിക്ക് പേടിയാകുന്നില്ല. നമസ്കരിക്കാൻ നിൽക്കുമ്പോ കൈയിട്ടുമ്പോ നമ്മുടെ മനസ്സിലെന്താ? ഇന്നാത്തിനാക്കൽ കൗസർ ഓതി തീർക്കണം. ബാക്കിൽ ഒരാൾ വന്ന് തോണ്ടിയാലോ സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല, അത് മെനും വേണ്ടിയാ. അള്ളാഹ്ക്ക് ഞാൻ കൊടുത്തത് ഇന്നാത്തിനാക്കൽ കൗസറ. പക്ഷെ ബാക്കിൽ തോണ്ടിയ സഹോദരൻ എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിച്ചപ്പോ സൂറത്ത് മാറുന്നു. വഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹു എന്ന ബോധം കടന്നു വരേണ്ടത്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾ എന്താ അല്ലാഹുവിന് ഒരു ഗൗരവം കാണാത്തത്? അല്ലാഹുവിന് ഗൗരവം നൽകുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോഴേ നമ്മുടെ ഇബാദത്തുകളിൽ പരിവർത്തനം സംഭവിക്കുകയുള്ളൂ. ആകാശങ്ങളിലൂടെ പാറിപ്പറക്കാനും സമുദ്രത്തിന്റെ ആഴക്കടലുകളിലൂടെ നീന്തി കളിക്കാനുമുള്ള കെൽപ്പും കഴിവും നമുക്കുണ്ട്. പക്ഷെ ഈ ലോകത്ത് നമ്മൾ നിസ്സഹായരാണ്, ഒരു കഴിവുമില്ലാത്തവർ. എന്റെ ജീവിതത്തെ നിലനിർത്താനുള്ള കെൽപ്പ് പോലും എനിക്കില്ല. ഇടക്കാലത്ത് കൊറോണ വന്ന സമയത്ത് ശ്വാസം കിട്ടാതെ ഓക്സിജന് വേണ്ടി നെട്ടോട്ടമോടി ഓക്സിജൻ സിലിണ്ടറുകൾക്ക് മുന്നിൽ വരി നിന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നില്ലേ? എന്തൊക്കെ പ്രയാസങ്ങൾ നമ്മൾ സഹിച്ചു. ആ സമയത്ത് നമ്മൾ മനസ്സുകൊണ്ട് പറഞ്ഞു, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, പടച്ചോനെ ഞങ്ങളൊക്കെ ഫഖീറന്മാരാ, ഒന്നും ചെയ്യാൻ കഴിയാത്തവർ. കൊറോണയെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴും ആലോചിച്ച് നോക്കൂ. കൊറോണയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ കയ്യിൽ സാനിറ്റൈസർ പുരട്ടുന്നു, മാസ്ക് ഇട്ടുകൊണ്ട് നടക്കുന്നു. മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് കടക്കാൻ കഴിയാത്ത ഒരു രോഗമാണ്. സാനിറ്റൈസർ പുരട്ടുമ്പോ അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു രോഗമാണ്. ലോകത്തെ നിയന്ത്രിച്ചു. അള്ളാഹുവിന്റെ തീരുമാനത്തിന് മുന്നിൽ പകച്ചു നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ ലോകത്തൊരു മനുഷ്യനും സാധ്യമല്ല. ഞാൻ എന്റെ കോളേജിലെ കുട്ടികളുടെ കൂടെ ടൂർ പോയപ്പോ തൊട്ടടുത്തിരിക്കുന്ന ഒരു കുട്ടി എന്നോട് പറഞ്ഞു, സാറെ താടി നരച്ചു. അന്ന് രാത്രി റൂമിൽ ചെന്ന് കണ്ണാടിയുടെ മുന്നിൽ ചെന്നിട്ട് ആ നരച്ച താടി ഞാനത് പറിച്ചിട്ടു. പക്ഷെ ആ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, എന്റെ ശരീരത്തിലെ ഒരു രോമം നരക്കുമ്പോ ആ രോമത്തോട് നരക്കരുതേ എന്ന് പറയാൻ എനിക്കൊരധികാരവുമില്ല. എന്റെ ശരീരത്തിലെ ഒരു രോമം പോലും
എന്റെ നിയന്ത്രണത്തിലല്ല എന്നർത്ഥം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിനു പിന്നിൽ ഒരു റബ്ബുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നോമ്പെന്ന് പറഞ്ഞാൽ സിർറുൻ ബൈനൽ അബ്ദി വറബ്ബിഹി, നീയും നിന്റെ റബ്ബും തമ്മിലുള്ള രഹസ്യമായ ബന്ധമാണ്. ഞാൻ നമസ്കരിക്കുമ്പോൾ നിങ്ങളൊക്കെ കാണും, ഞാൻ ഹജ്ജിന് പോകുമ്പോൾ നിങ്ങളെല്ലാം അറിയും. പക്ഷെ ഞാൻ നോമ്പുകാരനാണോ എന്ന് ഞാനും എന്റെ റബ്ബും മാത്രമേ അറിയൂ. അത് ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള രഹസ്യമായ കരാറാണ്. ഒരുപക്ഷെ ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ അത്താഴത്തിന് ഭക്ഷണം കഴിച്ചിരിക്കാം, എന്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഞാൻ നോമ്പ് തുറക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെ ഇബാദത്തുകളിലൂടെ റബ്ബ് ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ നോമ്പ് നോറ്റോ എന്നത് വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ, നോമ്പ് തുറക്കുമുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതും അങ്ങനെയാ. കാരക്ക തിന്ന് വെള്ളം കുടിച്ച് ജ്യൂസ് കുടിച്ചാൽ പ്രിയപ്പെട്ടവരെ ദാഹം പോകും. വബുതല്ലത്തിൽ ഖുറൂഖു, എന്റെ നാടി ഞരമ്പുകൾ നനയും. ഈ രണ്ട് വിഷയത്തിലും ഒരഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ മൂന്നാമത്തെ കാര്യത്തിൽ ഉറപ്പില്ല. വതബത്തിൽ അജ്റു ഇൻഷാഅല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ച കൂടിയിട്ടുന്ന ദാഹം മാറുന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല. നാടി ഞരമ്പുകൾ നനയുമെന്നതിലും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ കൂലി കിട്ടുമോ? ഇൻഷാഅല്ലാഹ് അല്ലാഹ് ഉദ്ദേശിച്ച കിട്ടും. അതിന് അല്ലാഹു ഉദ്ദേശിച്ചതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കപ്പെട്ടതുപോലെ നോമ്പ് നോറ്റാൽ അതിനുള്ള പ്രതിഫലം കിട്ടും എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു തീരുമാനമെടുക്കണം. 2 വർഷം മുമ്പ് എന്റെ കൂടെ ഉംറക്ക് വന്ന ഒരു സഹോദരി, 72 വയസ്സ് പ്രായമുള്ള കണ്ണൂർ ജില്ലയിലെ സൈനബത്ത. അവരുടെ മക്കൾ ഉംറക്ക് വേണ്ടി കൊണ്ടുവന്നാക്കുന്ന സമയത്ത് ഉമ്മയെക്കുറിച്ച് കരഞ്ഞ് ഞങ്ങളുടെ ടീമിലേക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് സൈനബത്തയുടെ മക്കൾ പറയുന്നു, ഉമ്മക്ക് മാരകമായ ബ്ലഡ് ക്യാൻസറാണ്. എല്ലാം അള്ളാഹുവിൽ തവക്കുലാക്കി സൈനബത്ത് ഞങ്ങളുടെ കൂടെ പോരുന്നു. പരിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തളങ്ങളിലെത്തി ഉംറ നിർവഹിച്ചതിന് ശേഷം ഞാൻ എന്റെ കൂടെയുള്ള 49 ഹാജിമാരെയും പരിശുദ്ധമായ ഹറമിന്റെ അകത്തളങ്ങളിൽ ഇരുത്തി. രാത്രി 3 മണിയാ സമയം. ഉംറ കഴിഞ്ഞ് എല്ലാവരെയും അവിടെ ഒരുമിച്ചിരുത്തിയിട്ട് ഒരു 10-15 മിനിറ്റ് സമയം കുറച്ച് കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുത്ത് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഇനി 15ഓളം ദിവസം, ഇനിയും 14ഓളം ദിവസം നമ്മൾ ഈ പരിശുദ്ധമായ ഹറമിന്റെയും പരിസരത്തുമാണ്. ഈ പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, അല്ലെങ്കിൽ അവസാനത്തെ ആഗ്രഹം എന്നൊക്കെ പറയാലോ. അങ്ങനെ ഒരു വലിയ താല്പര്യത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ വന്നത്. ഈ പരിശുദ്ധമായ ഹറമിന്റെ ഉള്ളിൽ വെച്ച് ഇനിയുള്ള 14 ദിവസങ്ങൾക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ ആഗ്രഹിക്കണം. ഞാനൊരു 5 മിനിറ്റ് സമയം കൊടുത്ത എല്ലാവർക്കും ഓരോരുത്തരും അവരുടേതായ തീരുമാനങ്ങൾ എടുത്തു. നിങ്ങളുടെ തീരുമാനങ്ങൾ പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പിരിഞ്ഞു. 5-ാമത്തെ ദിവസം ളുഹർ നമസ്കാരത്തിന് ശേഷം നടക്കുന്ന ക്ലാസ്സിൽ സൈനബത്തയെ കാണാനില്ല. വലിയ ബേജാറോടുകൂടി പരിശുദ്ധമായ ഹറമിന്റെ വ്യത്യസ്തമായ ബാബുകളുടെ വാതിലുകളുടെ അടുക്കൽ പോയി. ഇവിടെ ഒന്നും വഴി തെറ്റിയിട്ടൊന്നും സൈനബത്തയെ കാണുന്നില്ല. ഞാൻ നേരെ മയ്യത്ത് കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്ത് പോയി. അവിടെയും സൈനബത്തയില്ല. അപ്പൊ വലിയൊരു പ്രതീക്ഷ മനസ്സിൽ. നേരെ തൊട്ടടുത്ത ഹോസ്പിറ്റലിന്റെ പരിസരത്ത് ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ബാഡ്ജ് അവിടെയുണ്ട്. നോക്കിയപ്പോ സൈനബത്തയുടെ പേരിലുള്ള ഒരു ബാഡ്ജാണത്. ഞാൻ നേരെ പോയി ഡോക്ടറെ കാണുമ്പോ സൈനബത്ത വെന്റിലേറ്ററിലാണ്. 2 ദിവസം വെന്റിലേറ്ററിലും 3-ാമത്തെ ദിവസം ഐസിയുയിലേക്ക് മാറ്റി. ഐസിയുയിൽ നിന്ന് ഒബ്സർവേഷനിലേക്ക്, നമ്മുടെ വാർഡ് എന്ന് പറയുന്ന ഒബ്സർവേഷനിലേക്ക് മാറ്റുമ്പോ ഡോക്ടർമാർ എന്നോട് പറഞ്ഞു, ഒരു 3 ദിവസമെങ്കിലും ഒബ്സർവേഷനിൽ നിൽക്കണം. സൈനബത്ത പറഞ്ഞു, പറ്റൂല, ഞാൻ ഉംറക്ക് വന്നതാ, എനിക്ക് ഇറങ്ങണം. എഴുതി വാങ്ങി ഒപ്പിട്ട് കൊടുത്ത് സൈനബത്തെ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി ഹറമിലേക്ക് ഇറങ്ങി. അതിനിടയ്ക്ക് 2 ദിവസം ഞങ്ങൾ പരിശുദ്ധമായ മദീനയിലായിരുന്നു. എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് 14-ാമത്തെ ദിവസം രാത്രിയിൽ
ഇശാ നമസ്കാരം കഴിഞ്ഞ് ഞാൻ മുഴുവൻ ഹാജിമാരെയും വീണ്ടും വിളിച്ചു. എന്നിട്ട് ഞാൻ വെറുതെ ചോദിച്ചു, ഉംറ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞ സമയത്ത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണം. ആ തീരുമാനം നിങ്ങൾ പൂർത്തീകരിച്ചോ? വെറുതെ ഒരു ചോദ്യം ചോദിച്ചതാ. ചാടി എഴുന്നേറ്റ് സൈനബത്ത് പറഞ്ഞു, ഞാനത് പൂർത്തീകരിച്ചു മൗലവി. ഞാൻ തമാശക്ക് ചോദിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാൻ പറഞ്ഞില്ല, ഞാൻ അറിയാതെ ചോദിച്ചു, ശരിക്കും പൂർത്തീകരിച്ചോ? സൈനബത്ത് പറഞ്ഞു, പൂർത്തീകരിച്ചു. ആ ക്ലാസ് കഴിഞ്ഞ് റൂമിലേക്ക് സൈനബത്തയുടെ വീൽ ചെയർ ഉന്തി നടക്കുമ്പോ ഞാൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ എന്തായിരുന്നു അന്നത്തെ തീരുമാനം? സൈനബത്ത് പറഞ്ഞു, പരിശുദ്ധമായ ഹറമിന്റെ ഉള്ളിൽ വെച്ച് 2 തവണ ഖത്തം തീർക്കണമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. ഹറമിന്റെ ഉള്ളിൽ വെച്ച്, റൂമിൽ ഇരുന്നിട്ടല്ല, ഹറമിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് 2 തവണ ഖത്തം തീർക്കുമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. നിങ്ങൾ എങ്ങനെ പൂർത്തിയാക്കിയത്? 2 ദിവസം വെന്റിലേറ്ററില, 1 ദിവസം ICUയില, 2 ദിവസം മദീനയില, അതിനിടയ്ക്ക് 1 ദിവസം വരാനും 1 ദിവസം പോകാനും. അതിനിടയ്ക്ക് നിങ്ങൾ എങ്ങനെ ഖത്തം തീർത്തു? സൈനബത്ത് എന്നോട് പറഞ്ഞു, സുബഹിന്റെ മുമ്പ് ഞാൻ പള്ളിയിലെത്തും. നോമ്പ് തുറക്കാനുള്ള കാരക്ക് എന്റെ കയ്യിലുണ്ടാവും, ബാക്കി പള്ളിയിൽ നിന്ന് കിട്ടുന്നത് വെച്ച് നോമ്പ് തുറന്ന് തറാവിക്ക് നമസ്കാരം കഴിഞ്ഞിട്ടേ ഞാൻ റൂമിൽ പോകാറുള്ളൂ. അതിനിടയ്ക്ക് ഞാൻ ഇവിടെ ഇരുന്ന് ഓതി. എന്നിട്ട് അവസാനം എന്നോട് പറഞ്ഞത്, ഇതിനല്ലാതെ ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത്? ക്യാൻസർ രോഗിയായ 72-കാരിയായ സൈനബത്തക്ക്, പ്രിയപ്പെട്ടവരെ, നാട്ടിലെത്തി 4-ാമത്തെ ദിവസം സൈനബത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരു ക്യാൻസർ രോഗിയായ സഹോദരിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഈ ആരോഗ്യമുള്ള പ്രായം എന്താ പ്രിയപ്പെട്ടവരെ നമുക്ക് തടസ്സം? ചെറിയൊരു ഊരിന്റെ വേദന, ചെറിയൊരു കാൽമുട്ടിന്റെ തേയ്മാനമോ? ഇതാണോ നമ്മുടെ മുന്നിലുള്ള നമ്മുടെ തടസ്സം എന്ന് പറയുന്നത്? നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. കോഴിക്കോട് കുറ്റിച്ചിറ പള്ളിയിൽ 10-45 കൊല്ലം ആ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റായ കുഞ്ഞിങ്കെ എനിക്കറിയാം. ഞാൻ ആ മിമ്പറിൽ ഖുതുബ പറയാൻ കയറുന്ന സമയത്ത്, വെള്ളിയാഴ്ചകളിൽ മിമ്പറിൽ കയറുമ്പോ വെള്ളിയാഴ്ചയിലെ ബാങ്ക് കൊടുക്കുന്നത് കുഞ്ഞിങ്കയാ. 93-ാമത്തെ വയസ്സിൽ മരണപ്പെടുന്നതിന്റെ തലയാഴ്ച വരെ ആ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ കുഞ്ഞിങ്കുണ്ടായിരുന്നു. 93-ാമത്തെ വയസ്സിൽ. പ്രിയപ്പെട്ടവരെ, എന്താ നമ്മുടെ മുന്നിലുള്ള തടസ്സം? കോഴിക്കോട് കാരപ്പറമ്പ് പള്ളിയിലേക്ക് നിങ്ങൾ കടന്നു വരൂ. അവിടെ നമ്മുടെ ഒരു പ്രവർത്തകനുണ്ട്, അദ്ദേഹത്തിന്റെ പ്രായം 107 വയസ്സ് പ്രായമുള്ള സഹോദരൻ 5 ഭക്തരും കാരപ്പറമ്പ് പള്ളിയിലുണ്ട്. മക്കളില്ല, ഭാര്യയില്ല. അതിനിടയ്ക്ക് അദ്ദേഹം ഇഖറ ഹോസ്പിറ്റലിൽ 1 മാസക്കാലം അഡ്മിറ്റ് ആയിരുന്നു. ഇനിയാന്നും ഞാൻ കാരപ്പറമ്പ് പള്ളിയിൽ പോയപ്പോ സുബഹി നമസ്കാരത്തിന് അദ്ദേഹമുണ്ട്. 107 വയസ്സ് പ്രായമുള്ള സഹോദരൻ. അദ്ദേഹം കഴിഞ്ഞ റമദാനിൽ 10 ദിവസം അവസാനത്തെ 10-ൽ അവിടെ ഇഅ്തികാഫിരുന്നു പള്ളിയിൽ. പ്രിയപ്പെട്ടവരെ, എന്താ നമ്മുടെ മുന്നിലുള്ള തടസ്സം എന്ന് നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ചോദിക്കണം. അല്ലാഹു ഒരുപാട് അവസരങ്ങൾ നൽകി നമുക്ക്. നമ്മൾ ഈ റമദാനിൽ നമ്മൾ തീരുമാനിക്കണം, അവസാനത്തെ 10-ൽ മുഴുവൻ കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവസാനത്തെ 10-ലെ രാവുകളിൽ അങ്ങനെ, അല്ലെങ്കിൽ അവസാനത്തെ 10-ലെ ഒറ്റയായ രാവുകളിൽ എന്താവട്ടെ, നമ്മൾ ഒന്ന് തീരുമാനിക്കണം, ഈ റമദാനിൽ ഞാൻ ഇഅ്തികാഫിരിക്കും. നമുക്ക് കഴിയുന്ന പോലെ ചിലപ്പോൾ ലീവ് എടുക്കേണ്ടി വരും. എന്റെ നാട്ടിൽ എനിക്ക് ബോധമുള്ള കാലം മുതൽ, ഓർമ്മയുള്ള കാലം മുതൽ എനിക്കറിയാം, ഗവൺമെന്റ് കോളേജിൽ അധ്യാപകർ അവസാനത്തെ 10-ൽ അദ്ദേഹം ലീവാ. എന്ത് കാരണം ഉണ്ടെങ്കിലും അവസാനത്തെ 10-ൽ ലീവാ. എന്താ? അത് ഇഅ്തികാഫിനാണ്. ഒരു കൊല്ലത്തെ 15 ലീവിലെ 10 ലീവ് ഇഅ്തികാഫിന് വേണ്ടി മാറ്റിവെച്ചവരുണ്ട് പ്രിയപ്പെട്ടവരെ ലോകത്ത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ഇറങ്ങിയാൽ കഴിയാത്തതായിട്ടൊന്നുമില്ല എന്ന വലിയ തിരിച്ചറിവ് നമ്മുടെ മനസ്സിൽ വേണം. അങ്ങനെ വരുമ്പോഴേ പെരുന്നാളിന്റെ അന്ന് രാവിലെ തഖ്വയുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കൊണ്ടുവരാൻ കഴിയും. റമദാനിൽ ചെയ്യാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാണ് വിശ്വാസിയുടെ കരുത്ത്. സമുദായത്തിന് പ്രാർത്ഥനയുടെ ഗൗരവം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോകം. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനോട് ഞാൻ പ്രാർത്ഥനയെ കുറിച്ച് ഫത്വ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടണില്ല.
ആ സമയത്ത് എന്റെ മനസ്സിക്ക് ഇങ്ങനെ ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞു, സാധാരണ നമ്മള് പാത്രം കഴുകി കഴിഞ്ഞാൽ ആ പാത്രം കഴുകുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ വേസ്റ്റ് വാഷ് ബേസിൽ കുടുങ്ങിയാൽ വെള്ളം പോവില്ല. വെള്ളം പോവില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? ഒരു കമ്പെടുത്ത് കുത്തും. അവിടെ ബ്ലോക്ക് ഉണ്ടായതുകൊണ്ടാണ് വെള്ളം പോവാത്തത്. ആ ബ്ലോക്ക് കുത്തിയാൽ വെള്ളം പോകും. നമ്മൾ അള്ളാഹിനോട് ചോദിക്കുമ്പോൾ അള്ളാഹ് ഉത്തരം നൽകുന്നില്ലെങ്കിൽ അള്ളാഹിന്റെ നമ്മളെ അടിയിൽ വല്ല ബ്ലോക്കും ഉണ്ടാവും. ഹദീസുകളിൽ കാണാം എന്തൊക്കെ ബ്ലോക്ക്. ഒന്നാമത്തെ ശിർക്ക് വന്നിട്ടുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് വന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല. രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, ഹറാമ് വന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല. അള്ളാഹുവിലേക്ക് നമ്മളെ അടുക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. റബ്ബി ഇന്നി വഹനൽ അളുമി മിന്നി വസ്തഖല റഅസു ശൈബ. എന്റെ തലമുടിയൊക്കെ നരച്ച് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത വിധം ഞാൻ വീണുപോകുന്നു. വകാനത് ഇംറഅതി ആഖിറ. എന്റെ ഭാര്യക്ക് വന്ധ്യതയാണ്. എന്താ പറഞ്ഞ? എനിക്ക് പ്രായമായി, മക്കളില്ല. ഭാര്യക്ക് മക്കൾ ഉണ്ടാവില്ല എന്ന് ഡോക്ടർമാരും പറയാ. പക്ഷെ അല്ലാഹു വഹബലി മിൻ ലദുൻക വലിയ, പടച്ചോനെ നീ ഒരു കുഞ്ഞിനെ തരുമോ? അല്ലാഹു കൊടുത്തു. യഹിയ നബി അലൈഹിസ്സലാമിന്, സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. ഇത് ഖുർആനിൽ കൊടുത്തത് എന്തിനാ? പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന് ബോധ്യപ്പെടുത്താനാണ്. 3 ആള് 10 ആളിട്ട് കളിക്കാറില്ല നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒരു ഫുട്ബോൾ മത്സരം നടക്കുവോ? 3ഉം 10ഉം 300ഉം 1000ഉം തമ്മിൽ ആ ബദർ യുദ്ധം. 300 ആള് ചിന്തിക്കണ്ടേ എന്ത് പോയത്തരായി ഇത്? ചിന്തിച്ചിട്ടില്ല. കാരണം എന്താ? അല്ലാഹ് കൂടെയുണ്ട് എന്ന പ്രാർത്ഥനയുടെ വിശ്വാസത്തിന്റെ കരുത്ത് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അള്ളാഹു കൈവിടൂല പ്രിയപ്പെട്ടവരെ. എനിക്കറിയാം ഒരു സഹോദരിയെ പള്ളിയിൽ വെച്ച് ബോധം കെട്ട് വീണ് കുറെ ടെസ്റ്റുകളും ചികിത്സകളും നടത്തി അവസാനം എറണാകുളം അമൃതയിൽ നിന്ന് 2 കിഡ്നിയും ഫെയിലിയറാണ്. പള്ളി കമ്മിറ്റി പണം പിരിച്ചു 40 ലക്ഷം രൂപ ഇവരുടെ കിഡ്നി മാറ്റിവെക്കാൻ. പള്ളി കമ്മിറ്റിയുടെ ഖത്തീബ് എന്നുള്ള, പള്ളിയിലെ ഖത്തീബ് എന്നുള്ള നിലക്ക് ചികിത്സയുടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉംറക്ക് പോകാൻ കുറച്ച് പണം അനുവദിക്കാൻ പറയോ? പള്ളി കമ്മിറ്റി 50,000 രൂപ അനുവദിച്ചു. ഉംറക്ക് പോയി, തിരിച്ചു വന്നു, ഓപ്പറേഷൻ അഡ്മിറ്റ് ചെയ്തു. 2 കിഡ്നിക്ക് ഒരു കുഴപ്പമില്ല. പള്ളി കമ്മിറ്റിക്ക് തന്നെ സംശയമായിരുന്നു, ഇങ്ങനൊക്കെ നടക്കുവോ? പ്രിയപ്പെട്ടവരെ, അള്ളാഹ് വിചാരിച്ച എന്താ നടക്കാത്തത്? 2 കിഡ്നിക്കും ഫെയിലിയർ ആണ് എന്ന് പറഞ്ഞ സഹോദരിയുടെ 2 കിഡ്നിക്ക് ഒരു കുഴപ്പമില്ല. എന്തു വേണമെന്നറിയോ? 2 കിഡ്നിയും നഷ്ടപ്പെട്ടു എന്ന് ഡോക്ടർമാർ വിധി എഴുതുമ്പോ എന്റെ റബ്ബിനോട് ചോദിക്കാമെന്ന വിശ്വാസം മനസ്സിക്ക് വരണം. ആ വിശ്വാസം നെഞ്ചകത്ത് തറക്കണം. അതാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ രോഗം. ശരീരത്തിലൂടെ പുഴുക്കളരിക്കുന്ന രോഗം എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കൂലേ? അയ്യൂബ് നബി എന്താ പറഞ്ഞത്? പടച്ചോനെ, ഞാനൊരു പ്രവാചകനായിട്ട് എന്ത് എടങ്ങേറാണിത്. അങ്ങനെ പ്രാർത്ഥിച്ചോ? അൻത അർഹമുർ റഹീമീൻ. പടച്ചോനെ, നീ കരുണ ചെയ്യുന്നവനാ. നിന്നെ ഓർത്ത് ഞാൻ നിരാശപ്പെടുന്ന പ്രശ്നമില്ല. ഇതൊരു വല്ലാത്ത രോഗമാണെന്ന് എനിക്കറിയാം. പക്ഷെ നീ എനിക്ക് ഈ രോഗത്തിൽ നിന്ന് മോചനം നൽകും. അതാണ് വിശ്വാസിന്റെ പ്രാർത്ഥന. റസൂലുള്ള സഹിച്ച ത്യാഗങ്ങളില്ലേ? എ.സി. അബൂബക്കർ മൗലവിയുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, റസൂലുള്ള മലപ്പുറം ജില്ലയിൽ ജനിച്ചാൽ തിരൂരങ്ങാടി യത്തീംഖാനയിൽ വളരേണ്ടി വരുമായിരുന്നു. എഴുന്നേൽക്കുന്ന സമയത്ത്, ജനിച്ചു വീഴുന്ന സമയത്ത് വാപ്പയെ കാണാത്ത റസൂലുള്ള എഴുന്നേറ്റ് നടക്കാൻ പ്രായമാകുമ്പോഴേക്ക് ഉമ്മ ഈ ലോകത്തോട് വിട പറയുന്നു. സംരക്ഷിച്ച മൂത്താപ്പയും വളർത്തിക്കൊണ്ടുവന്ന വല്ലുപ്പയും ഈ ലോകത്തോട് വിട പറയുന്നു. തന്നെ അൽ അമീൻ എന്ന് വിളിച്ച് ആദരിച്ചവർ മജ്നൂൻ, ഭ്രാന്തൻ എന്ന് വിളിച്ച് കളിയാക്കുന്നു. നടക്കുന്ന വഴികളിൽ കല്ലും മുള്ളും വലിച്ചെറിയുന്നു. സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല, ഒരു പശുവിനെ അറക്കണ സ്ഥലത്ത് നിന്നിട്ട് സാധാരണ കുടൽമാല എടുത്ത സൈക്കോ നമ്മള്, ചീഞ്ഞളിഞ്ഞ കുടൽമാല റസൂലുള്ളാഹിയുടെ തലയിലേക്ക് വലിച്ചെറിയുമ്പോ ദുർഗന്ധം നിമിത്തം ഒരാളും തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാത്ത ഘട്ടത്തിലാണ് 9 വയസ്സ് പ്രായമുള്ള ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ കടന്നു വന്ന് സ്വന്തം മാപ്പിയുടെ കഴുത്തിൽ നിന്ന് ചീഞ്ഞളിഞ്ഞ കുടൽമാല എടുത്തു മാറ്റുന്നത്. ആ റസൂലുള്ളാഹിയുടെ വീട് കൈകൾ ഉയർത്തി കഴിഞ്ഞാൽ മേൽക്കൂരയിൽ തട്ടും. കൺപിളി പുതപ്പ് കൊണ്ട് മറച്ച, മഴ പെയ്യുന്ന സമയത്ത് ഈത്തപ്പനയുടെ ഓല കൊണ്ട് മറച്ച, ഈത്തപ്പനയുടെ ഓല കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കട്ടിലും ഈത്തപ്പഴത്തിന്റെ കുരു നിറച്ചിട്ടുള്ള തലയിണയും 2 മൺഭരണിയും ഒരു തുകൽ സഞ്ചിയുമായാൽ റസൂലുള്ളാഹിയുടെ വീട് പൂർത്തിയായി. ആ വീട്ടിലാ റസൂലുള്ളാഹി ജീവിച്ചത്. ആയിഷ ബീവി സഹാബ വനിതകളോട് ഇങ്ങനെ പറയാ, ഞങ്ങള് വീട്ടിൽ ഇരുട്ടത്ത് ഇങ്ങനെ ഇരിക്കുക. ഞങ്ങള് ഉടനെ സഹാബ വനിതകൾ ചോദിച്ചു, ഇരുട്ടത്താണ് നിങ്ങൾക്ക് വിളക്ക് കത്തിച്ചൂടെ? നിങ്ങൾക്ക് വിളക്ക് കത്തിച്ചൂടെ? നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി, വിളക്കിൽ ഒഴിക്കാൻ ഒലീവിന്റെ എണ്ണയുണ്ടെങ്കിൽ ഞാനും റസൂലുള്ളാഹിയും ആ എണ്ണ കുടിച്ച് ഞങ്ങളുടെ വിശപ്പ് മാറ്റുമായിരുന്നു. വിളക്കിൽ ഒഴിക്കാൻ എണ്ണയുണ്ടെങ്കിൽ ആ എണ്ണ കുടിച്ച് ഞാനും റസൂലുള്ളാഹിയും വിശപ്പ് മാറ്റുമായിരുന്നു.
ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ട് മരത്തിന്റെ മുകളിൽ കയറി ഈ ഇലകൾ ഭക്ഷിച്ച് ആട് കാട്ടിക്കുന്നത് പോലെ കാട്ടിച്ചു റസൂലുള്ളാഹിയും സഹാബത്തും നടന്നു പോകുന്ന വഴിയിൽ ഒരു സഹാബിയുടെ കാല് മണലിനടിയിലേക്ക് കണ്ടുപോയി. കാലിൽ എന്തോ ഒന്ന് തറക്കുന്നു. സഹാബത്ത് മുഴുവൻ ഓടി വരുന്നു. ആ സഹോദരൻ മണ്ണ് മാന്തിയിട്ട് ഇങ്ങനെ കഴിക്കുക. നോക്കിയപ്പോ അത് ഈത്തപ്പന മരത്തിന്റെ കമ്പായിരുന്നു. നിനക്ക് ത്യാഗങ്ങൾ സഹിച്ചിട്ട് പ്രിയപ്പെട്ടവരെ എന്താ റബ്ബ് എന്നെ സഹായിക്കാത്തത് എന്ന ചിന്ത വന്നോ? പരീക്ഷണങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കണം. നമുക്ക് എന്താ അറിയാം, നമുക്ക് സൗകര്യം കൂടിയതും അനുഗ്രഹങ്ങൾ കൂടിയതുമാണ് നമ്മുടെ പ്രശ്നം. ഗാസയുടെ തെരുവീതികളിലേക്ക് നിങ്ങൾ നടന്നു പോകും. കുഞ്ഞുങ്ങളോട് സമ്മാന പൊതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബോംബുകൾ വലിച്ചെറിയുന്നു. മിഠായികളാണ് എന്ന് പറഞ്ഞ് ഓടിയെടുക്കുമ്പോ ബോംബുകൾ തെറിച്ചുവിടുന്നു. മദ്രസയിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു കുഞ്ഞിനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചല്ലോ, ഒരു ദിവസം മോളെ എത്ര വക്ത? 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പെൺകുട്ടി പറഞ്ഞു 6 വക്ത്. ഒരു ദിവസം 6 വക്ത് നമസ്കാരമെന്നും ഒരു കുഞ്ഞു പറയുന്നു. ഏതാ മോളെ 6ാമത്തെ വക്ത്? ജനാസ നമസ്കാരമാണ്. മയ്യത്ത് നമസ്കാരമില്ലാത്ത ഒരു ദിവസം പോലും കടന്നു പോകാത്ത ഗാസയുടെ തെരുവീതികളിൽ അവരുടെ ഈമാന്റെ ശക്തി നിങ്ങൾക്കറിയോ? ആ ഈമാനെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ സൗകര്യത്തിനിടക്ക് നമ്മൾ മറക്കാതിരിക്കണം. ഈ റമദാനിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. റമദാന് കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നത് സ്വർഗമാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിടത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശുഹദാക്കൾ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ ആരൊക്കെയാ ശുഹദാക്കൾ? ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലൂടെ വലിച്ചടച്ച് കൊണ്ടുപോകുമ്പോ ചാട്ടവാറ കൊണ്ട് പ്രഹരിക്കുമ്പോഴും അല്ലാഹു അഹദ് എന്ന് പറയാൻ ബിലാൽ റളിയല്ലാഹു അൻഹു എന്റെ മനസ്സിന് കരുത്ത് നൽകിയത് ശേഷം ഒരു സ്വർഗമുണ്ടല്ലോ എന്ന ബോധമായിരുന്നു. മരത്തിൽ കെട്ടിക്കിട്ട് തൃശൂലം കൊണ്ട് ശരീരത്തിലേക്ക് കുത്തിക്കയറ്റുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയാൻ സുമയ്യ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് കരുത്ത് പകരുന്നത് ശേഷം ഒരു സ്വർഗമുണ്ടല്ലോ എന്ന ബോധമായിരുന്നു. വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടക്ക് ശ്വാസം വിടാൻ അവസരം കിട്ടിയപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കാൻ യാസിർ റളിയല്ലാഹു അൻഹു മനക്കരുത്ത് നൽകിയത് ശേഷം ഒരു സ്വർഗമുണ്ടല്ലോ എന്ന ബോധമായിരുന്നു. തന്റെ വലത് കൈ ഏറ്റുപോകുമ്പോ വലത്തെ കൈയിലെ പതാക ഇടത് കൈയിനോട് ചേർത്ത് വെച്ച് ഇടത് കൈ ഏറ്റുപോകുമ്പോ അത് മാറോട് അണച്ചു പിടിച്ച് നെഞ്ചകം പുലർത്തുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് ഈ ലോകത്തോട് വിട പറയാൻ സാധിച്ച ജഅഫർ റളിയല്ലാഹു അൻഹു അവരുടെ മനസ്സിൽ സ്വർഗമുണ്ടായിരുന്നു. സലീമുൽ കദാബിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വിരലിന്റെ അഗ്രഭാഗങ്ങൾ മുറിച്ചു മാറ്റി മാലയാക്കി കോർത്തിണക്കി ഉറ്റുവീടുന്ന രക്തക്കറകൾ കണ്ട് ആനന്ദ നൃത്തമാടിയവരുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടി അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിക്കാൻ ഇസ്ലാമിക സൈന്യത്തിന് സ്ഥൈര്യം നൽകുമ്പോ അവരുടെ മനസ്സിൽ സ്വർഗമുണ്ടായിരുന്നു. ആ സ്വർഗം കിട്ടാനാണ് നമ്മൾ റമദാനിൽ പണിയെടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തോടുകൂടി സ്വസ്ഥമായി ജീവിക്കുമ്പോ ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ചുട്ടുപൊള്ളുന്ന പരവതാനിയിൽ മലർത്തി കിടത്തി. പറയുമ്പോ കേൾക്കാൻ നല്ല സുഖ. ആളിക്കത്തുന്ന അഗ്നിനാളങ്ങളുടെ കൂടെ ശരീരം കത്തിക്കരിയുന്ന സമയത്ത് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് യജമാനൻ പറയുന്നു, നീ നിന്റെ റബ്ബിനെ തള്ളി പറയണം. ഒരു നിമിഷം തള്ളി പറഞ്ഞാൽ മതി. ദിക്ർ ചൊല്ലുന്ന ഖുർആൻ ഓതുന്ന നാവ് കൊണ്ട് എനിക്ക് അതിന് സാധ്യമല്ല. ദേഷ്യം കൊണ്ട് കത്തിക്കാൻ ഉപയോഗിച്ച വിറക് കൊള്ളിയെടുത്ത് അദ്ദേഹത്തിന്റെ വയറ്റത്ത് കുത്തുന്നു. ആ കുത്തലിന്റെ ആഘാതത്തിൽ തീയണഞ്ഞു പോയെന്ന് ചരിത്രത്തിലുണ്ട്. കാലമേറെ കഴിഞ്ഞ് ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് കടന്നു വന്നു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പിരിഞ്ഞു പോകുമ്പോ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ പുറം ഭാഗം പുതക്കാൻ ഉപയോഗിച്ച മുണ്ട് അറിയാതെ താടുപീട് പോകുന്നു. കത്തിക്കരിഞ്ഞ തീക്കനലുകളുടെ പാട് വീണ അടയാളം വീണ പുറം ഭാഗം കണ്ടപ്പോ ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്നു. എന്താണ് ഖബ്ബാബേ, എനിക്കിത് കാണാൻ വയ്യ. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഓടി വന്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, നാളെ പരലോകത്ത് ഒരാൾക്കും ഒരു അക്ഷരം ഉണ്ടാൻ കഴിയാത്ത മഹ്ശറ എന്ന ലോകത്ത് എന്റെ റബ്ബ് എന്നെ വിചാരണ ചെയ്യുമ്പോ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ റബ്ബിന് എന്റെ പുറംഭാഗം കാണിച്ചു കൊടുക്കും. നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ പുറംഭാഗം എന്റെ റബ്ബിന് വേണ്ടി കാണിച്ചു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഈ റമദാൻ ഉണ്ടാവണം. ഈ റമദാനിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. അതിനുവേണ്ടി എന്താണ് ചെയ്യുക എന്നുള്ളത് ആത്മാർത്ഥമായി നോക്കൂ. നിങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി ചുട്ടുപൊള്ളുന്ന മണലിൽ മലർന്നു കിടന്ന് കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി നടത്തിയ ഒരു വലിയ പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവേ, എന്റെ മുൻഗാമികളായ റസൂലുള്ളാഹി മരിച്ച 63ാമത്തെ വയസ്സിൽ, എന്റെ മുൻഗാമിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മരിച്ച 63ാമത്തെ വയസ്സിൽ ഞാനും എത്തി. എന്റെ ജീവിതത്തിൽ ബാക്കിയുണ്ടായിരുന്നത് ഹജ്ജാണ്.
റസൂലുള്ളാഹിയുടെ കൂടെയോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയോ ഞാൻ ഹജ്ജിന് പോയിട്ടില്ല. ഹജ്ജ് എനിക്ക് കടമായിട്ട് ബാക്കിയുണ്ടായിരുന്നു. ഇതാ ഇവിടെ വെച്ച് ഞാൻ ഹജ്ജ് പൂർത്തിയാക്കിയിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞ വാക്ക്, അല്ലാഹുവേ, എന്റെ ജീവിതം കൊണ്ട്, എന്റെ ശരീരം കൊണ്ട്, നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് നീ എന്നെ തിരിച്ചു വിളിച്ചോ. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് 15ാമത്തെ ദിവസം ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇത് മരണം ആഗ്രഹിച്ചതോ ചോദിച്ചു വാങ്ങിയതോ അല്ല, ഞാൻ മരണത്തിന് തയ്യാറായി എന്ന ഒരുക്കമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ റമളാൻ, എത്ര ദിവസം റമളാനിലേക്ക് നമ്മൾ എത്തുമോ അറിയില്ല, അള്ളാഹുവിന്റെ കൈകളിലാണ്. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. റമളാനിൽ അള്ളാഹു നൽകുന്ന ഓരോ മിനിറ്റുകളും സെക്കൻഡുകളും നഷ്ടപ്പെടുത്താതെ. ചിലപ്പോ കോളേജിൽ ലീവ് എടുക്കേണ്ടി വരും, ചിലപ്പോ ഷട്ടർ നേരത്തെ താഴ്ത്തേണ്ടി വരും, ചിലപ്പോ നമ്മൾ നമ്മുടെ ജോലിയിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കേണ്ടി വരും, ശമ്പളത്തിൽ ചിലപ്പോ കട്ടുവരും. ഒക്കെ റെഡി. പ്രിയപ്പെട്ടവരെ, സ്വർഗം നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. ഒക്കെ സംഭവിക്കാം. പക്ഷെ എനിക്ക് ഈ റമളാനിൽ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബിന് കാണിച്ചു കൊടുക്കാൻ ഞാൻ ചെയ്യുന്ന അമലുകൾ ബാക്കി ഉണ്ടാകണം എന്ന ബോധം. അല്ലാതെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഉറങ്ങിയും തൂങ്ങിയും ആവിയിട്ടും പുകയിട്ടും ഇങ്ങനെ പോയാൽ, നാലൊക്കെ തറാവിയൊക്കെ പള്ളിയിൽ നടക്കുമ്പോൾ നമ്മുടെ റോട്ടിൽ മുഴുവൻ ഫുൾജാറ് സോഡ, ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, ഇതിന്റെ കച്ചവടം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അവസാനത്തെ 10, പ്രിയപ്പെട്ടവരെ, പെരുന്നാക്ക് വസ്ത്രങ്ങൾ വാങ്ങാനുള്ളതല്ല. അവസാനത്തെ 10 വസ്ത്രങ്ങൾ വാങ്ങാനുള്ളതൊക്കെ ഇപ്പോഴേ വാങ്ങി തീർക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശിക്കുക. പെരുന്നാക്കുള്ളതൊക്കെ ഇപ്പൊ തീർക്കുക. അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ 50% ഡിസ്കൗണ്ടും വിലക്കുറവും, അങ്ങനെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ കിട്ടുന്നിടത്തും ബൈ വൺ ഗെറ്റ് വണ്ണും. ഇതല്ല അവസാനത്തെ 10. അവസാനത്തെ 10 ഓഫർ 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാവുണ്ട്. അതാണ് അവസാനത്തെ 10 ഓഫർ. ആ ഓഫർ നഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചു, നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ജീവിച്ചു എന്നാണ്. 950 കൊല്ലം പ്രബോധനം ചെയ്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ 1000ഓളം കൊല്ലം ജീവിച്ചിട്ടുണ്ടാവും. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുന്നിടത്ത് ഭൗതിക ശാസ്ത്രപ്രകാരം, ഇസ്ലാമിക ചരിത്രങ്ങളിലല്ല, ഭൗതിക ശാസ്ത്രങ്ങളിൽ ആ കാലത്ത് 5000 വർഷം വരെ ആളുകൾ ജീവിച്ചിരുന്നു എന്നൊക്കെ കാണാം. ഇബ്രാഹിം നബിയുടെ ജീവിത കാലഘട്ടം 500 ആണെന്നും മൂസാ നബിയുടെ ഇത് 300 ആണെന്നും ഒക്കെ പലരിടത്തും എഴുതപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നൂഹ് നബിയുടെ നമുക്ക് ഉറപ്പാണല്ലോ. 950 കൊല്ലം ഇബാദത്ത് ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം നാളെ പരലോകത്ത് വരിക. ഈ സമുദായത്തിന്റെ പ്രായം 60-70 ഇടയിലാണെന്ന് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതാ. എത്ര പണിയെടുത്താലും 950 കൊല്ലം പണിയെടുത്ത നൂഹ് നബിയുടെ അടുത്ത് നമ്മൾ എത്തൂല. അത് ഒരു അനീതിയല്ലേ? നമ്മൾ 60 കൊല്ലം ജീവിക്കാവുന്ന അവസരം തന്നിട്ട് 950 കൊല്ലം അവസരം കൊടുത്ത നൂഹ് നബിയായിട്ട് നോക്കുമ്പോൾ നമ്മൾക്ക് അനീതിയാണ്. പക്ഷെ നൂഹ് നബിക്ക് കൊടുക്കാത്ത ഒന്നാ നമുക്ക് അള്ളാഹ് തന്നത്. ഒരു രാത്രിക്ക് 83 കൊല്ലത്തെ പ്രതിഫലം. 10 ലൈലത്തുൽ ഖദർ കിട്ടിയാൽ 830 കൊല്ലം. നൂഹ് നബിന്റെ മുമ്പിലെത്തും നമ്മൾ. 10 ലൈലത്തുൽ ഖദർ കിട്ടിയ 830 കൊല്ലം പണിയെടുത്ത കൂലി. 1000 രാവ് 1000 മാസം എന്ന് പറഞ്ഞ അങ്ങനല്ലേ? 1000 മാസം തന്നെ 83 കൊല്ലം. അപ്പൊ ഒരു രാത്രി ഖുർആൻ ഓതിയാൽ, ഒരായത്ത് ഓതിയാൽ 83 കൊല്ലം ഓതിയതിന് തുല്യമുള്ള ലൈലത്തുൽ ഖദറുള്ള അവസാനത്തെ 10 പെരുന്നാളിന്റെ ആഘോഷത്തിനുള്ളതല്ല. ഈ റമദാനിൽ നമ്മൾ നേടിയെടുക്കുന്നത് അടുത്ത 11 മാസത്തേക്കുള്ള ഊർജമായി മാറണം. കോഴിക്കോട് കുറ്റിച്ചിറ പള്ളിയിൽ കഴിഞ്ഞ റമദാനിൽ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോ പള്ളി പുറത്തേക്ക് പന്തലിട്ട് ഓലമേഞ്ഞ് വലുതാക്കിയിട്ടുണ്ട്. ഞാൻ പള്ളി കമ്മിറ്റിന്റെ സെക്രട്ടറി മുജീബ്ഖനോട് ചോദിച്ചു, ഇതെന്തിനാ ഓലമേഞ്ഞ് വലുതാക്കിയത്? അപ്പൊ മുജീബ്ഖ പറഞ്ഞു, പള്ളിയിൽ ആള് കൂടും. ഞാൻ ചോദിച്ചു, സാമ്പത്തികമായ നല്ല കഴിവും എന്താ പറയാ, നല്ല ആ സാമ്പത്തികമായ ശേഷിയുള്ള ഒരു നാടല്ലേ നിങ്ങൾ വിചാരിച്ച ഒരു നില കൂടി മേലെ കൊടുത്തൂടെ? അപ്പൊ മുജീബ്ഖനോട് പറഞ്ഞു, അത് നഷ്ടല്ലേ, ഇവരൊന്നും അടുത്ത മാസം ഉണ്ടാവില്ല. അതൊരു അഡ്ജസ്റ്റ്മെന്റിൽ മെമ്പർഷിപ്പ് എടുത്ത് പോകുന്നതാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ റമദാൻ ഞാൻ എന്റെ നാട്ടിലെ രണ്ടത്താണിയിലെ പള്ളിയിൽ നോക്കി. റമദാന്റെ തലേന്ന് സുബിഹിക്ക് 1.5 സൊഫുള്ളത്, റമദാൻ 1ന്റെ അന്ന് 8 സൊഫ. രണ്ടാമത്തെ 10 നമുക്ക് കുറയും, പിന്നെ 3ാമത്തെ 10 പിന്നെയും വരും. പെരുന്നാളിന് നമ്മുടെ പള്ളിയിലെ പോലെ എന്താ, ഫൈനൽ മത്സരം കഴിഞ്ഞ ഗ്രൗണ്ട് പോലെ നമ്മുടെ പള്ളി മാറും. ഫൈനൽ മത്സരം കഴിഞ്ഞാൽ പിന്നെ നാളെ കളി ഉണ്ടോ നോക്കിയിട്ട് ആരും വരില്ലല്ലോ. ഈ രൂപത്തിലായാൽ റമദാൻ ഒരു ഉപകാരമില്ല. 9 കൊല്ലം മുമ്പ് കേരളത്തിൽ ഓണവും റമദാനും ഒരുമിച്ച് വന്നു.
ആ കൊല്ലം ഓണത്തോടനുബന്ധിച്ചുള്ള മദ്യത്തിന്റെ വിൽപ്പന കുറഞ്ഞു. കേരളത്തിലെ പ്രബലമായ ഒരു പത്രം ഒന്നാമത്തെ പേജിൽ എഴുതി, ഓണത്തോടനുബന്ധിച്ചുള്ള മദ്യത്തിന്റെ വിൽപ്പന കുറയാൻ കാരണം വിശ്വാസികൾക്ക് നോമ്പായതാണ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കള്ളുഷാപ്പിൽ മുത്തഖീങ്ങളായ കള്ളുടിയന്മാരാണ്. ഇങ്ങനെയൊരു നോമ്പ് കൊണ്ട് എന്ത് മാറ്റം? നിങ്ങൾ ആലോചിച്ചൊക്കെ, പണ്ടൊക്കെ എന്റെ മുമ്പിലിരിക്കുന്ന കാരണവന്മാരായ ആളുകൾ, പണ്ടല്ല ഒരു 10 കൊല്ലം മുമ്പേ നമുക്കറിയായിരുന്നു ടിവിന്റെ പ്ലഗ് നമ്മൾ ഊരിടും, റമദാനിൽ ടി വി തുറക്കൂല, ടിവിന്റെ മുകളില് തുണി വിരിച്ച് മറച്ചു വെക്കും, ടി വി തുറക്കുന്ന പ്രശ്നമില്ല. അങ്ങനെയൊക്കെയല്ലേ കഴിഞ്ഞ റമദാനിൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ റമദാൻ സ്പെഷ്യൽ സീഡികൾ, എന്താ മാപ്പിളപ്പാട്ട്, ഏതോ പെണ്ണ് ഏതോ പുരുഷനെ വിളിക്കുന്ന ഉളു നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള പാട്ടുകളും ഗാനങ്ങളും കേട്ട് റമദാനിൽ ഇങ്ങനെ കഴിയാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മക്കളോട് ഖുർആന്റെ ആയത്ത് ഓതിയാൽ അവർക്ക് ഖുർആനോട് താല്പര്യമില്ലാത്തതിന്റെ കാരണത നമ്മുടെ വീടുകളിൽ നമ്മൾ വിനോദ വർത്തമാനങ്ങൾ, ഇസ്ലാമിന് അന്യം നിൽക്കുന്ന വിനോദങ്ങൾ അത് കാണാൻ തുടങ്ങിയാൽ ഇദാ തുത്ല അലൈഹി ആയാതുന വല്ല മുസ്തക്ബിറൻ കഅല്ലം യസ്മഅഹാ കഅന്ന ഫീഹി ഉദനൈഹി ബഖറ. അവരുടെ ചെവിയിൽ ഒരു ഭാരം ഉണ്ടാവില്ല. മക്കൾക്ക് ഖുർആനോട് താല്പര്യം ഉണ്ടാവില്ല, ഖുർആൻ ക്ലാസ്സിക്ക് മക്കൾ വരൂല. കാരണം എന്താ? മക്കൾ വീട്ടിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന് അന്യം നിൽക്കുന്ന വിനോദങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ നിർത്താൻ, നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ കൂടെ നിർത്താൻ, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളെയും നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കണമെന്നാണ്. നിങ്ങൾ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളെയും. അപ്പൊ അതിനുള്ള ഒരു അവസരമായി ഈ റമദാൻ പെരുന്നാളിന്റെ അന്ന് ഈദ്ഗാഹിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈദ്ഗാഹിൽ നിന്ന് സ്വീകരിക്കാനുള്ളത് മുത്തഖിയുടെ സർട്ടിഫിക്കറ്റാണ്. അതല്ല ഒരു ഭക്ഷണത്തിലുള്ള ക്രമീകരണവും ഉറക്കത്തിലുള്ള മാറ്റവും ഒരാവിയും പുകയുമായി അങ്ങനെ കഴിഞ്ഞു പോയാൽ പെരുന്നാളിന്റെ അന്ന് നമുക്ക് ആകെ നമ്മളെ കയ്യിൽ കിട്ടിയ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും കുറച്ച് മാറും. റമദാന് കൊണ്ട് ഒന്നും കിട്ടാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ട് ആത്മാർത്ഥമായി ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ നോമ്പ് നോറ്റോ, വിശുദ്ധ ഖുർആനും ഹദീസുകളും നോമ്പിനെ കുറിച്ച് എങ്ങനെ വിധിവിലക്കുകൾ പഠിപ്പിക്കപ്പെട്ടുവോ, ആ ഒരർത്ഥത്തിൽ പരമാവധി എനിക്ക് ഈ റമദാനിൽ എന്ത് ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിച്ച്, അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ റമദാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാമ്പത്തികമായ രംഗത്തെ സുതാര്യതകളും കുടുംബ ബന്ധങ്ങളിൽ ആരോടെങ്കിലും പിണങ്ങിയോ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ആയി, അത് ഉമ്മയാകാം, ഏട്ടനാകാം, അനിയനാകാം, സഹോദരനാകാം, സഹോദരിയാകാം. പ്രിയപ്പെട്ടവരെ, വിശപ്പ് സഹിക്കുന്നത് വെറുതെയായി മാറും, നമസ്കരിക്കുന്നത് വെറുതെയായി മാറും, പ്രാർത്ഥനകൾ വെറുതെയായി മാറും. അതില്ലാതിരിക്കാൻ അവരോടൊക്കെയുള്ള പിണക്കങ്ങൾ മാറ്റി സർവോപരി തൗബയുടെ മാസം. തൗബ ചെയ്യാന്ന് പറയുമ്പോ ഏറ്റവും പ്രധാനം ഭൗതികമായ ലോകത്ത് ആരോടെങ്കിലും ചെയ്ത അപരാധമാണെങ്കിൽ അവരോട് പൊരുത്തപ്പെടിക്കണം, അല്ലേ? ഭൗതികമായി ആരോടെങ്കിലും ഞാൻ അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തപ്പെടിക്കണം. സാധാരണ നമ്മൾ പൊരുത്തപ്പെടിക്കാറുള്ള 2 സമയത്താ. ഒന്ന് ഹജ്ജിനും ഉംറക്കും പോകുമ്പോ, 2 മരിച്ചു കിടക്കുമ്പോ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, മരിച്ചു കിടക്കുമ്പോ പള്ളിയിൽ നിന്നൊരു അനൗൺസ്മെന്റ് എന്താണ്? ഈ മരിച്ചു കിടക്കുന്ന മയ്യത്ത്, ഈ ജനാസ ആർക്കെങ്കിലും അനിഷ്ടകരമായ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ പരലോകമോർത്ത് നിങ്ങൾ അവന് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണം. ശരി, ബാക്കിൽ നിൽക്കുന്ന നമ്മളെല്ലാവരും അവന് പൊരുത്തപ്പെട്ടു കൊടുക്കും. ഈ മരിച്ചു കിടക്കുന്ന സഹോദരൻ പൊരുത്തപ്പെട്ടു തരാനുള്ള കുറെ ആൾ ബാക്കിലില്ലേ? ആരെ പൊരുത്തപ്പെട്ടു തരിക? നമ്മൾ അവന് പൊരുത്തപ്പെട്ടു കൊടുത്തു. പക്ഷെ ഈ മരിച്ചു കിടക്കുന്ന മയ്യത്ത് ഒരുപാട് ആളുകൾക്ക് പൊരുത്തപ്പെട്ടു തരാണ്ട്. ആര് പൊരുത്തപ്പെട്ടു തരും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമദാനിലേക്ക് കടക്കുമ്പോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നേരിട്ട് പോയി, എടാ ഞാൻ നിന്നോട് ഇങ്ങനെ പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉറങ്ങിക്കിടക്കുമ്പോ ഒരാളെ കുറിച്ച് ഉറക്കം തൂങ്ങി എന്ന് പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, അബൂബക്കർ വലിയ പാതക ചെയ്തത്. റസൂൽ, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. റസൂലുള്ള പറഞ്ഞു, അബൂബക്കറെ പ്രാർത്ഥിക്കൂല, പ്രാർത്ഥിക്കണമെങ്കിൽ നീ അവനോട് മാപ്പ് ചോദിക്കണം. ഉറങ്ങിക്കിടക്കുമ്പോ ഉറക്കം തൂങ്ങി എന്ന് പറഞ്ഞതാ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഉറങ്ങുമ്പോ ഞാൻ നിന്നെ കുറിച്ച് ഉറക്കം തൂങ്ങി എന്ന് പറഞ്ഞു, നീ എനിക്ക് മാപ്പാക്കണം. അപ്പൊ റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂൽ അദ്ദേഹം മാപ്പ് നൽകിയിട്ടുണ്ട്, എങ്കിൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അതിന് നിനക്ക് പുറത്തു തരും. ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു ഉറക്കം തൂങ്ങി എന്ന് വിളിച്ചത് പോലും ഒരു അപരാധമായി കാണുമ്പോ നമുക്കൊക്കെ എത്ര പൊരുത്തപ്പെടിക്കാണ്ടാവുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. റമദാനിലേക്ക് കടക്കേണ്ടത് നിഷ്കളങ്കമായ, പരിഭാവനമായ, പരിപക്വമായ, ഇമാം ഫഖറുദ്ദീൻ റാസി തങ്ങൾ പറഞ്ഞതുപോലെ അത്തിപ്പഴം പോലെ വത്തീനി വസ്സൈത്തൂന്റെ വിശദീകരണത്തിലാണ്. നമ്മുടെ ശരീരം
ഒരു വിശ്വാസിയുടെ മനസ്സ് അത്തിപ്പടം പോലെ അകൊന്നു പുറന്ന് അങ്ങനെയല്ല. അങ്ങനെ നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമകളായി ഈ റമദാനിന്റെ രാപ്പകലുകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക. പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാ റമദാനിലേക്ക് കടക്കാനും റമദാനിൽ ഇബാദത്തുകൾ ചെയ്ത് റയ്യാൻ എന്ന കവാടം നോമ്പുകാർക്കായി തയ്യാറാക്കി വെച്ച റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ സന്തോഷത്തോടുകൂടി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സ്വർഗ്ഗപൂങ്കാവനത്തിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കുടുംബസമേതം ഒരുമിച്ചിരിക്കാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. ഒരാൾക്കും ഒരക്ഷരം ഉണ്ടാൻ കഴിയാത്ത മശ്റ എന്ന ലോകത്ത് വെച്ച് കാൽമുട്ട് കൂട്ടിയിടിച്ച് നഖം കടിച്ച് ശിരസ് നമിച്ച് വാരിയലുകളെ പുലർത്തുമാറ് വേദന സഹിക്കുമ്പോൾ വലതു കൈയിൽ ഗ്രന്ഥമേറ്റു വാങ്ങി ഹൗദുൽ കൗസറിൽ വെള്ളം കുടിച്ച് ഹർഷിന്റെ തണൽ സ്വന്തമാക്കി അഭിമാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളാക്കി വളർത്തിക്കൊണ്ടുവന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ മക്കളിലൂടെ ഇണകളിലൂടെ കണ്ണിന് കുളിർമ പ്രദാനം ചെയ്ത് മുത്തഖീങ്ങളുടെ മുന്നിൽ നടക്കാൻ പര്യാപ്തമായ വിധാനത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ സംസാരങ്ങളിൽ പലരും ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥന കൊണ്ട് വസയ്യത്ത് ചെയ്യാറുണ്ട്. അവരുടെയൊക്കെ സ്വാലിഹായ മുറാദുകൾ സ്വീകരിക്കണം റഹ്മാനെ. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി, കടം കൊണ്ട് ബിസിനസ്സിൽ പ്രയാസങ്ങളുള്ള ഒരുപാട് ആളുകൾ അവരുടെയൊക്കെ പ്രയാസങ്ങൾ ദൂരീകരിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ألف بين قلوبنا وأصلح ذات بيننا. ربنا تقبل منا دعاءنا وقيامنا وصلاتنا وأعمالنا يا رب العالمين وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سلام على المرسلين والحمد لله رب العالمين. والسلام عليكم ورحمة الله.